taking out of time from your busy schedule. First, I invite Mr. Joseph John, PCTA State Council member, for welcome speech. Thank you, Jasmine Madam. Good evening, all. Good evening. Good evening. Professional Counselors and Trainers Association, എറണാകുളം ചാപ്റ്റർ. അഭിമാനപൂർവ്വമാണ് ഈ ഉറവ് വെബിനാർ നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം ഇത് 117ാമത് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഒത്തിരി അഭിമാനവും സന്തോഷവും തോന്നുന്നു. സമൂഹത്തിൽ അവയർനെസ് വർദ്ധിപ്പിക്കുക, അതിനുള്ള മാർഗമായിട്ടാണ് ഉറവ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ആർജിച്ച അറിവ്, നമ്മുടെ കഴിവുകൾ ദുരിതം അനുഭവിക്കുന്ന സമൂഹത്തിന് കൈത്താങ്ങാകണം. അതാണ് PCTA ലക്ഷ്യം വയ്ക്കുന്നത്. സാധിക്കുന്ന എല്ലാ വിധത്തിലും നമുക്കതിനായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ. ഉറവ് പോലെയുള്ള പരിപാടി അതിലൊന്ന് മാത്രം. ഇന്ന് നമുക്ക് വളരെ പ്രശസ്തനായ പ്രഗത്ഭനായ റിസോഴ്സ് പേഴ്സണെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാനത് ചോദിക്കുകയായിരുന്നു, ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന്. പോൾ പടയാട്ടി സാറ്. അപ്പോൾ ഇതുപോലെയുള്ള റിസോഴ്സ് പേഴ്സൺസ് വരുന്നതാണ് നമ്മുടെ പരിപാടിയുടെ ആ ഒരു ഗാംഭീര്യവും മഹത്വവും ഒക്കെ കൂട്ടുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റാരുമല്ല, ഡോക്ടർ കൃഷ്ണകുമാർ സാറാണ്. അദ്ദേഹം മൂത്തകുന്നം ട്രെയിനിങ് കോളേജിലെ പ്രൊഫസർ, ഗവേഷകൻ, കവി, പ്രഭാഷകൻ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബഹുമുഖ പ്രതിഭ. കൂടുതൽ കാര്യങ്ങൾ പോൾ പടയാട്ടി സാറ് പറയുന്നത് കൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇന്നത്തെ ക്ലാസ് തീർച്ചയായും നമ്മുടെ കാഴ്ചപ്പാടിനെ ഗുണാപകരമായി സ്വാധീനിക്കും എന്ന് എനിക്കുറപ്പാണ്. നമ്മൾ കാണുന്നതാണോ കാഴ്ച? നമ്മൾ കാണുന്നത് ഒള്ളി നിഴലുകൾ, അല്ലേ? അതിരുകളില്ലാതെ കാണാനും ഉൾക്കൊള്ളാനും ഒക്കെ സാറിൻ്റെ വാക്കുകൾ ഉപകരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. സീയിങ് ബിയോണ്ട് ദ സീൻ, കാണുന്നതിനും അപ്പുറത്തുള്ള കാഴ്ച. സോ ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ ജോൺ ബേബി സാർ, നമ്മുടെ PCTA എറണാകുളം ജില്ലയുടെ ആരാധ്യനായ പ്രസിഡന്റാണ്. മികച്ച സംഘാടന മികവോടെ നമ്മൾ ഈ ജില്ലയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ ബേബി സാറിന് അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ, അദ്ദേഹത്തെ ഞാൻ സൂചിപ്പിച്ചു, പോൾ പടയാട്ടി സാറ് നമുക്ക് വേണ്ടി അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തും. സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ പ്രഭാഷകൻ, ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പോൾ പടയാട്ടി സാറ് നമ്മുടെ ട്രഷററാണ്. ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സാറിനെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി തൈജു സേവ്യറുണ്ട്. അദ്ദേഹമായിരിക്കും നന്ദി പറയുന്നത്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ PCTA സംസ്ഥാന നേതാവ്, ജനറൽ സെക്രട്ടറി ഉഷാ മാഡമുണ്ട്. അതുപോലെ മറ്റ് നേതാക്കളും, സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും അതുപോലെ തന്നെ ബഹുമാനീയരായ അംഗങ്ങളും എല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ സഹൃദയരെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു ജാസ്മിൻ മാഡം. Okay, thank you, sir. Thank you, sir. Next, I invite Mr. John Baby, PCTA President of Ernakulam District, for delivering presidential address. Welcome, sir. Thank you, Jasmine. Dear Dr. P.V. Joseph, our Secretary Saiju sir, Paul Padayati sir, who is all in all of our organization and our treasurer, Joseph John sir, Tagasi madam, Usha madam, Jasmine, and above all, today's guest speaker, Dr. K.S. Krishnakumar. First of all, a wonderful evening, and I am very confident we are going to have a
wonderful class. So it will not be appropriate in my side to give a long presentation talk, stealing your precious time. So I leave the subject and its discussions to Dr. Krishnakumar. And my only one point, what I want to tell all of members who are present here is December month, we are celebrating as a membership drive month. All members, those who are present here, please contact our past members who have not yet joined the PCTA. And also, we have great counselors and great trainers around us. Approach them, ask them to join our great organization. It will benefit whoever joins. I am very confident they will benefit, and our organization, the Professional Counselors and Trainers Association, Ernakulam district will certainly benefit. So my sincere request, my humble request to all of you is to contact the members who are not present here and the members who are willing to join, especially well-known professional counselors and trainers. And also it is important, the January 3rd, we are going for a fantastic picnic. And it will be a fantastic time for meeting together, celebrating the new year, and spending a beautiful day. So those who are not given the name for the picnic, please come forward and join. And I thank all those who are present here. I am surprised to see a lot more members who are supposed to come but could not join. Maybe the Christmas rush, New Year rush, maybe the reason many members who are supposed to join, yet to join, hope they will join soon. And they will benefit out of the great personal talk, Mr. Krishnakumar's talk. I thank you. All of you are present here. Thank you all once again. Thank you. Over to Jasmine, MC. Okay, thank you, sir. Next, I invite Mr. Paul Padayati, PCTA Treasurer of Ernakulam District, for introducing the resource person. Welcome, sir. Good evening, all. വളരെ സുന്ദരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് ഡിസംബർ. ചെറിയ തണുപ്പും മഞ്ഞും, അത് മഞ്ഞല്ല സ്മോഗാണെന്ന് വരെ പറയുന്ന രീതിയിൽ എറണാകുളം ഇങ്ങനെ പിടിച്ചു കളിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയുടെ വികൃതി നമ്മളെ പലപ്പോഴും കുഴക്കുന്നുണ്ട്. അത് ഞങ്ങളെ നേരത്തെ തന്നെ മനസ്സിലാക്കി തന്ന ഒരു ദിവ്യ വ്യക്തിത്വമുണ്ട്. അദ്ദേഹമാണ് ബോബി കട്ടിക്കടച്ചൻ. അച്ഛൻ പ്രകൃതിയിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരു താവു കാവ് ഉണ്ടാക്കുകയും അവിടെ ഒരു താവു കൂട്ടായ്മ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ മാസത്തിലും അച്ഛന് സൗകര്യമുള്ളപ്പോൾ ഞങ്ങൾ അവിടെ കൂടുകയും അല്പസമയം ശാന്തരായിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പരിചയപ്പെടുകയും ഹൃദയങ്ങൾ കൈമാറുകയും ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് വളരെ ശാന്തനായ ഒരു വ്യക്തിത്വത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചു. അതാണ് ഡോക്ടർ KS കൃഷ്ണകുമാർ. അദ്ദേഹം എന്നും ഞങ്ങളുടെ കൂട്ടായ്മയിൽ വരികയും ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്ന് പ്രത്യേകതരമായ രീതിയിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ അഭിനന്ദിക്കുക, നിങ്ങളെ ആവശ്യമുള്ളവരെ സഹായിക്കുക, നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക, നിങ്ങളെ വിട്ടുപോകുന്നവരെ മറക്കുക, നിങ്ങളെ സഹായിക്കുന്നവരോട് നന്ദി പറയുക. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം എന്നും പറയും,
ഇന്ന് ഒരു നല്ല ദിവസമാണ്. അങ്ങനെ ഇന്നത്തെ നല്ല ദിവസത്തിൽ എനിക്ക് ഏറ്റവും നല്ല ഒരു സന്തോഷത്തോടു കൂടിയാണ് കൃഷ്ണകുമാർ സാറിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ഹ്യൂമൻ വാച്ചിങ്, സീയിങ് ബിയോണ്ട് ദ സീൻ. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ ഉടനെ തന്നെ എനിക്ക് ഒരു സബ്ജക്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ തന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് തയ്യാറായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വായിൽ നിന്ന് വരുന്ന, അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന്, ആഴമേറിയ അറിവിൽ നിന്ന് വരുന്ന ശാന്തമായ ചിന്തകളെക്കുറിച്ച് നമുക്ക് കേൾക്കാനായിട്ട് ഉടനെ തന്നെ തയ്യാറാകാം. ഞാൻ കൃഷ്ണകുമാർ സാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം സാർ. വളരെ സന്തോഷം പോൾ സാർ. എന്തായാലും ഈ കൂട്ടായ്മയുടെ ഉറവ എന്ന പേരാണ്, അതിൻ്റെ ഒരു സൗന്ദര്യത്തിലായിരുന്നു എൻ്റെ കണ്ണും മനസ്സും ഉടക്കി നിന്നത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് അസോസിയേഷൻ PTCA എൻ്റെ ഇത്തരമായിട്ടുള്ള ഒരു സാന്ത്വന പഠന ഇരിപ്പുകൾക്ക് 117 ലക്കം തികയുകയാണെന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം ആയി. അപ്പോൾ ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മനസ്സിന് സ്വാസ്ഥ്യവും ഊർജവും തരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇത്തരം ഇടങ്ങൾക്ക് ഉറവ പോലെ അർത്ഥവത്തായിട്ടുള്ള പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തണൽ, സാന്ത്വനം, അല്ലെങ്കിൽ മനസ്സ്, കൂട്ട്, മിത്രം, ജീവന, സമീക്ഷ, ധൈര്യം. ഇതിൽ നിന്നെല്ലാം തന്നെ ഉറവ വേറിട്ട് നിൽക്കുന്നുണ്ട്. അത് പേരുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഏറെ മുന്നിലുമാണ്, കുറെ ഉയരത്തിലുമാണ്. ഇപ്പൊ നേരത്തെ തന്നെ പറയുകയുണ്ടായി, ഉറവയെ മാതൃകയാക്കി ഒരുപാട് സംഘടനകൾ ഇപ്പോൾ വൈകുന്നേരങ്ങളെ അർത്ഥവത്താക്കുന്നുണ്ടെന്നുള്ളത്. ഇപ്പൊ ഉറവ ഇനിയും കൂടുതൽ സാർത്ഥകമാകട്ടെ, ഉറവ കൂടുതൽ നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്നെ ഇങ്ങനെ സംസാരിപ്പിക്കാൻ തീരുമാനിച്ച, ഉറവയിലെ മനസ്സ് ക്ഷണിച്ച ഉറവയുടെ സംഘാടകരോട് ആരംഭത്തിലെ നിറഞ്ഞ നന്ദിയും സ്നേഹവും സന്തോഷവും എല്ലാം കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. ജോൺ ബേബി സാറ്, പോൾ പടയാട്ടി സാറ്, പിന്നെ അതുപോലെ സൈജു സാറ്, ജോസഫ് ജോൺ സാറ്, ഔസേബ് സാറ്, ഫാദർ മാത്യു, വേറെയും ജോസഫ് സാറ്, ജാസ്മി മാം, ഇങ്ങനെ എനിക്ക് അറിയുന്നവരും അറിയാത്തവരായിട്ടുള്ള, പേര് പറയുന്നവരും പറയാത്തവരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഒരു സ്നേഹാഭിവാദ്യം ആദ്യമേ പറയുകയാണ്. ഈ സംസാരത്തിന് ഇതിനു മുമ്പുള്ള ചില ലക്കങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പൊ അതിലുള്ള പോലെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒന്നും ഉണ്ടാവില്ല, സംസാരം മാത്രമാണ്. അപ്പൊ ശരിക്കും ഇത് കണ്ണടച്ച് കേട്ടാൽ അത്രയും നല്ലതാണ്. ഇതിന്റെ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് കണ്ണടച്ച് കേട്ടാലും അത്രയും നല്ലതാണ്. കേൾക്കുന്ന ഓരോ സംസാരവും നിങ്ങളുടെ മനസ്സിന്റെ സ്ക്രീനിൽ ചിത്രങ്ങളായിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്ന ഓരോ കഥയും അതിൻ്റെ നിറം, ശബ്ദം, മണം, സ്പർശം, അത്തരം ഇന്ദ്രിയാനുഭൂതികളോടെ ആസ്വദിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു ചെറുപ്പക്കാരൻ, അയാളൊരു എഴുത്തുകാരനാണ്. എല്ലാ ദിവസവും രാവിലെ ഒരു പാർക്കിലിരുന്ന് ഇങ്ങനെ ആളുകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. കയ്യില് ഒരു നോട്ട് ബുക്ക് ഉണ്ടാവും. പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വൃദ്ധൻ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെങ്ങനെ ശകാരിക്കുന്നത്, ഒരു ജോഗർ അയാൾ ജോഗ് ചെയ്ത് ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഓരോ മനുഷ്യനും ഓരോ നിമിഷവും ആ ചെറുപ്പക്കാരനെ ആകർഷിക്കുന്നുണ്ട്. പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ വൃദ്ധൻ ഒരു ദിവസം ഈ എഴുത്തുകാരനായിട്ടുള്ള യുവാവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആളുകളെ ഇത്രയും സൂക്ഷ്മമായിട്ട് നോക്കുന്നത്? ഈ എഴുത്തുകാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഞാൻ കാണുന്ന ഓരോ മുഖവും ജീവിതം കൊണ്ട് എഴുതിയ ഓരോ കഥയാണ്. ഇവിടെയുള്ള ഓരോ മുഖവും ജീവിതം കൊണ്ട് എഴുതിയ കഥയാണ്. ഇന്നത്തെ ഈ സൂമീറ്റിൽ പങ്കെടുക്കുന്നവരുടെ ഓരോ മുഖവും നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എഴുതിയ
ഒരു കഥയാണ്. ആ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ധാർമ്മികത ഇത്രയേ ഉള്ളൂ. ഒരാളെ ഇങ്ങനെ നിരീക്ഷിക്കുന്നത് അയാളെ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ വിധിക്കാൻ വേണ്ടിയല്ല. അയാളുടെ ഓരോ ഭാവത്തിനും പിന്നിലെ പറയാത്ത കുറെ കഥകൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ ഇത് തന്നെ പോൾ സാറിനെ നോക്കുമ്പോൾ പോൾ സാറ് പറയാത്ത കുറെ കഥകളുണ്ട്. ജോൺ ബേബി സാറിനെ നോക്കുമ്പോഴും സാർ ഇതിലൊന്നും പറയാത്ത കുറെ ജീവിത കഥകളുണ്ട്. ശരിക്കും ഹ്യൂമൻ വാച്ചിങ് അതാണ്. ഇപ്പോൾ ഹ്യൂമൻ വാച്ചിങ് അല്ലെങ്കിൽ മനുഷ്യ നിരീക്ഷണം എന്നൊക്കെ സംസ്കൃതീകരിക്കാവുന്ന അത് വെറുതെ ഇങ്ങനെ ആളുകളെ നോക്കുന്നതിനെ കുറിച്ചല്ല. സാധാരണ ഭാഷയെ പറഞ്ഞത് വായ്നോട്ടമല്ല. അത് വിലയിരുത്തലും വിധിക്കലുമില്ലാതെ ഓരോ മനുഷ്യരെയും മനസ്സ് തുറന്ന് കാണുകയും അതിലും അപ്പുറം കാണുന്ന ഓരോ മനുഷ്യനെയും ആഴങ്ങളിൽ അറിയുന്നതിനെ കുറിച്ചാണ്. ശരിക്കും ഹ്യൂമൻ വാച്ചിങ് ഒരു കലയാണ്, ഒരു മനസ്സമാധാന പരിശീലനം കൂടിയാണ് ഹ്യൂമൻ വാച്ചിങ്. വലിയ അളവിൽ അതൊരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണ്. മറ്റൊരു മനുഷ്യനെ അത്രയും ദയയോടെ അനുകമ്പയോടെ നിരീക്ഷിക്കാൻ നമ്മുടെ കണ്ണുകളെ പരിശീലിപ്പിക്കുമ്പോൾ നമ്മുടെ ലോകം കൂടുതൽ തെളിഞ്ഞ ധാരണ കൊണ്ടും സമാധാനം കൊണ്ടും സമ്പന്നമാകുമെന്നതാണ്. ഇത് വർഷങ്ങളെടുത്ത് പരിശീലിക്കേണ്ടതാണ് ഹ്യൂമൻ വാച്ചിങ്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് സാധിക്കുന്ന ഒരു സ്കില്ലല്ല. ഈ ശ്രദ്ധകൾ വല്ലാതെ വ്യതിചലിക്കുന്ന നമ്മുടെ ഈ കാലത്ത് ഈ മനുഷ്യ നിരീക്ഷണം നമ്മെ കുറച്ചുകൂടിയല്ല വലിയ അളവിൽ സ്വസ്ഥമായി നിർത്താനും ചുറ്റുപാടുകളെല്ലാം സൗമ്യമായിട്ട് ശ്രദ്ധിക്കാനും ചുറ്റുമുള്ള മനുഷ്യരുമായിട്ട് വളരെ ആരോഗ്യകരമായിട്ട് ബന്ധിപ്പിക്കാനും ജീവിതത്തിൻ്റെ സംവേദനക്ഷമയുള്ള സാക്ഷികളാകാനും ഒക്കെ ഹ്യൂമൻ വാച്ചിങ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒത്തുചേരല് നിങ്ങൾക്കൊരു ഇൻവിറ്റേഷനാണ്. ഈ സംസാരം ഹ്യൂമൻ വാച്ചിങ്ങിലേക്കൊരു ക്ഷണമാണ്. അതെല്ലാവരും സദയം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ആത്യന്തികമായിട്ട് മറ്റുള്ളവരെ ആഴത്തിൽ ഇങ്ങനെ നിരീക്ഷിക്കുന്നതിലൂടെ നമ്മൾ നമ്മെ തന്നെ കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങുമെന്നാണ് അതിൻ്റെ ഒരു മാജിക്. മറ്റൊരാളുടെ കണ്ണുനീരിൻ്റെ നനവും ചൂടും നിങ്ങൾ അതേപടി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ണീരും വേദനയും മുറിവുമെല്ലാം തനിയെ സുഖപ്പെടുത്താൻ തുടങ്ങുകയാണെന്നും കൂടിയുള്ള ഒരു ജാലം അതിനകത്തുണ്ട്. മറ്റൊരാളുടെ കണ്ണുനീരിൻ്റെ നനവും ചൂടും നിങ്ങൾ അതേപടി അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ണുനീരും വേദനയും മുറിവുമെല്ലാം സുഖപ്പെടുത്തുന്ന ഒരു തന്ത്രവും അതിനുള്ളിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഹ്യൂമൻ വാച്ചിങ് എത്ര പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണ്. അതിന് മനഃശാസ്ത്രപരമായിട്ടൊരു നിർവചനം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ നിരീക്ഷണം എന്നത് ആളുകളുടെ വിചാരങ്ങള്, വികാരങ്ങള്, അവരുടെ പ്രചോദനങ്ങള്, ആന്തരികമായിട്ടുള്ള അവസ്ഥകള് എന്നിവ മനസ്സിലാക്കുന്നതിനായി അവരുടെ പെരുമാറ്റങ്ങള്, ഭാവങ്ങള്, ഇടപെടലുകൾ എന്നിവ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഹ്യൂമൻ വാച്ചിങ്. അതിലൊട്ടും വിധിന്യായമോ ഇടപെടലൊന്നുമില്ല. ഇത് നിരീക്ഷണത്തെ സഹാനുഭൂതിയിലേക്കും ശരിയായിട്ടുള്ള ഒരു അവയർനെസ്സിലേക്കും എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആ വാക്ക് അവയർനെസ്. ശരിക്കും ഹ്യൂമൻ വാച്ചിങ് നമ്മളെ എത്തിക്കുന്നത് എമ്പതിയിലേക്കും അവയർനെസ്സിലേക്കുമാണ്. ഒരു പെൺകുട്ടി എല്ലാ വൈകുന്നേരവും ഒരു കഫറ്റേരിയയിൽ പോകും. അവൾ എപ്പോഴും ഒരു കാപ്പി ഇങ്ങനെ ഓർഡർ ചെയ്ത് അവിടുത്തെ ജനലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇരിക്കും. ഇതിങ്ങനെ തുടരുകയാണ് ദിവസങ്ങളോളം. അപ്പൊ ഇരിക്കുന്ന ഒരാള് അവൾ എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ ഫോണിലേക്കൊന്നും നോക്കുന്നില്ല, ചുറ്റും ആരെങ്കിലും ഉണ്ടോയെന്നൊന്നും നോക്കുന്നില്ല എന്നതൊക്കെ ചിന്തിക്കുകയാണ്. ഒരു ദിവസം അയാള് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ ജാലകത്തിലൂടെ നോക്കുന്നത്? ആ കുട്ടി വളരെ മൃദുവായി മറുപടി പറയുന്നുണ്ട്, ചുറ്റുമുള്ള ആളുകളെയാണ് ഞാൻ ഈ ജനലിലൂടെ നോക്കുന്നത്. അതിലപ്പുറം ആ തെരുവിലൂടെ പോകുന്ന ആളുകളെയാണ് ഞാൻ സൂക്ഷ്മമായി നോക്കുന്നത്. ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ജീവിതം ഇങ്ങനെ കുടുങ്ങിപ്പോകുമ്പോഴും മനുഷ്യജീവിതം എന്നത് ഒരു കുറവുമില്ലാതെ എത്ര മനോഹരമായിട്ടാണ് തെരുവിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ജീവിതം എന്നത് അങ്ങനെ നിശ്ചലമാകാതെ നീങ്ങേണ്ടതാണെന്നും ജനലിലൂടെ ഞാൻ കാണുന്ന ഓരോ മനുഷ്യനും എന്നെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. കോഫി ഷോപ്പിൽ കഫറ്റേരിയയിൽ വന്നിരിക്കുന്ന ആ പെൺകുട്ടി നമുക്ക് തരുന്ന വലിയൊരു ഗുണപാഠമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ നിരീക്ഷിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഹീലിംഗ്, ഒരു രോഗശാന്തി സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശ്രദ്ധ നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് അതിന്റെ ഫോക്കസ് മാറ്റി, അങ്ങനെ മാറ്റുമ്പോൾ തന്നെ വലിയ ആശ്വാസവും പ്രകാശവും നമ്മളിൽ കൂടുതലായി പരക്കുന്നുണ്ട് എന്നുള്ളൊരു തന്ത്രം ഹ്യൂമൻ വാച്ചിങ്ങിലുണ്ട്. നമ്മുടെ ദുഃഖങ്ങളെ നള്ളിഫൈ ചെയ്യുകയാണ്, സീറോ ആക്കി കളയുകയാണ്. ഫോക്കസിങ് പൂർണ്ണമായി നമ്മളിൽ നിന്ന് മാറ്റുകയാണ് ഹ്യൂമൻ വാച്ചിങ്ങിൽ. ഇപ്പൊ മനുഷ്യ നിരീക്ഷണം എന്നത് ബാഹ്യമായിട്ടുള്ള രൂപങ്ങൾക്കൊക്കെ അപ്പുറം ഒരാളെ കാണാനുള്ള കലയാണ്. ഓരോ മുഖത്തും ആംഗ്യത്തിലും ചലനത്തിലൊക്കെ ഓരോ മനുഷ്യൻ വഹിക്കുന്ന നിശബ്ദമായിട്ടുള്ള കഥകളെ തിരിച്ചറിയുക എന്നതാണ്. ഇത് ആളുകളെങ്ങനെ നോക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ ശരിക്കും, മറിച്ച് ആളുകളിലേക്ക്, അവരുടെ ഉള്ളിലേക്ക് നോക്കുന്നതിനെ കുറിച്ചാണ് ഹ്യൂമൻ വാച്ചിങ്. അവരുടെ ഉള്ളിലേക്ക് നോക്കുന്നതിനെ കുറിച്ചാണ്. ഓരോ ജീവിതത്തിലും പ്രതിഫലിക്കുന്ന, അവർ പങ്കിടുന്ന മനുഷ്യത്വത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഹ്യൂമൻ വാച്ചിങ്. നമ്മളെ കൂടുതൽ മനുഷ്യനാക്കുന്നുണ്ട് ഹ്യൂമൻ വാച്ചിങ്. ഇപ്പൊ നമ്മൾ ഒരാളിൽ കാണുന്നത് അയാളുടെ മനുഷ്യത്വം, അയാളെന്ന മനുഷ്യനെ അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കണം. ചിലർക്കത് മനുഷ്യനാവില്ല, ഒരു ഈശ്വരീയതയാകാം, ആയിക്കോട്ടെ. ചിലർക്ക് അതൊരു പ്രപഞ്ച ശക്തിയാവും, യൂണിവേഴ്സൽ എനർജി എന്നൊക്കെ പറയുന്ന, യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന. ചിലർക്കതൊരു ജൈവികതയാവും. എന്തുമായിക്കോട്ടെ, ഇതെല്ലാം കാണുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ വാച്ചിങ് എന്ന് പറയുന്നത്. വലിയ അളവ് നമ്മളെ മനുഷ്യനാക്കുകയാണ് ഹ്യൂമൻ വാച്ചിങ്. ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു കുട്ടി എല്ലാവരെയും ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകളെ ആ കുട്ടി കാണുന്നുണ്ട്. നമ്മൾ ഒരു വേള കുട്ടിയായിക്കൊണ്ടിരിക്കുക. ക്ഷീണിതനായിട്ടുള്ള ഒരു ഓഫീസ് ജീവനക്കാരൻ, വൈകുന്നേരമാണ്, ചിരിക്കുന്ന കുറേ സുഹൃത്തുക്കൾ, പച്ചക്കറി ചുമന്നുകൊണ്ട് നിൽക്കുന്നൊരു വിൽപ്പനക്കാരി വൃദ്ധ. ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു 5 മണി നേരത്ത് മാർക്കറ്റ് സൈഡിലൊക്കെ കാണുന്ന കുറേ മനുഷ്യരെ ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു സ്ത്രീ ആ പയ്യനോട് വന്ന് ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ തുറിച്ചു നോക്കുന്ന ആൾക്കാരെ? അപ്പൊ ആ കുട്ടി സന്തോഷപൂർവ്വം പറയുന്നുണ്ട്, ഞാനൊരു മുതിർന്ന ആളാവാൻ പഠിക്കുകയാണ്. എൻ്റെ മുന്നിൽ കാണുന്ന നിങ്ങളെല്ലാവരും എനിക്ക് ടെക്സ്റ്റ് ബുക്കാണെന്നാണ് പറയുന്നത്. വലിയ ആളാവാൻ വേണ്ടി ആ കുട്ടിക്ക് കിട്ടുന്ന ഓരോ പാഠങ്ങളാണ് ആ കുട്ടിയുടെ മുന്നിൽ വരുന്നവരെല്ലാം. ശരിയാണ്, ആ കുട്ടി മാത്രമല്ല, നമ്മുടെ എല്ലാം മുന്നിൽ കാണുന്ന ഓരോ മനുഷ്യനും ജീവിതം, ക്ഷമ അല്ലെങ്കിൽ വേദന എന്നിവയെക്കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. ശരിക്കും ഓരോ മനുഷ്യർ കണ്ണാടികളാണെന്നുള്ളതാണ്. നമ്മളെ അത് ധാരാളം ഒരുക്കുന്നുണ്ടെന്ന്, നമ്മളെ മെച്ചപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. ഇതിനൊരു ആത്മീയ അല്ലെങ്കിൽ ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, മനുഷ്യ നിരീക്ഷണം എന്നത് ജീവിതത്തെക്കുറിച്ചുള്ളൊരു നിശബ്ദമായ ധ്യാനമാണ്. ഓരോ വ്യക്തിയിലും നമ്മുടെ സ്വന്തം ജീവിതയാത്രയുടെ ഭാഗങ്ങൾ കൂടി പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി ഓരോ മനുഷ്യനും മാറുന്നതാണ് ഹ്യൂമൻ വാച്ചിങ്. ഇത്രയൊക്കെ എത്തണമെങ്കിൽ നിരന്തരമായിട്ടുള്ള ഹ്യൂമൻ വാച്ചിങ് പരിശീലിക്കണം. അപ്പൊ മറ്റുള്ളവരെ ഈ അവയർനെസ്സോട് കൂടി നിരീക്ഷിക്കുമ്പോൾ നമ്മൾ അവരെ നന്നായി മനസ്സിലാക്കുക മാത്രമല്ല, നമ്മൾ നമ്മെ തന്നെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഹ്യൂമൻ വാച്ചിങ്ങിന്റെ ഒരു മാജിക്. ഒരു തിരക്കേറിയ ഒരു മാർക്കറ്റ്, ഭയങ്കര മാർക്കറ്റോ, ഭയങ്കര കൊച്ചിയിലെ മാർക്കറ്റൊക്കെ പോലെ, അവിടെ നടുക്ക് ഒരു ചിത്രകാരൻ തൻ്റെ ചിത്രപ്പണിക്കുള്ള പലകയൊക്കെ സ്ഥാപിച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൗതുകം തോന്നിയ ഒരു വഴിയാത്രക്കാരൻ ചെന്ന് അയാളോട് ചോദിക്കുകയാണ്, ഇത്രയും മനുഷ്യർക്കിടയിൽ നിങ്ങൾ ആരെ വരയ്ക്കുമെന്ന് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക, എങ്ങനെയാണ് തീരുമാനിക്കുക? അപ്പൊ ഈ കലാകാരൻ പറയുന്നുണ്ട്, ഞാൻ അതിന് സുഹൃത്തെ മുഖങ്ങളെ അല്ല വരയ്ക്കുന്നത്, അതല്ല തിരഞ്ഞെടുക്കുന്നത്, ഞാൻ മനുഷ്യ വികാരങ്ങളെയാണ് വരയ്ക്കുന്നത്.
ഞാൻ മനുഷ്യ വികാരങ്ങളെയാണ് വരയ്ക്കുന്നത്. പിന്നീട് ഓരോ ഛായാചിത്രവും ആളുകൾ അവർ മറയ്ക്കാൻ ശ്രമിച്ച നേരിൽ അദൃശ്യമായ വികാരങ്ങളെ ആ ചിത്രത്തിൽ പ്രതിഫലിപ്പിക്കുകയായിരുന്നു ആ ചിത്രകാരൻ ചെയ്തത്. ഇതൊക്കെ നമ്മളെക്കുറിച്ച് തന്നെയാണ് കേട്ടോ ഈ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യനെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ ഹ്യൂമൻ വാച്ചിങ് എന്നാൽ മുഖങ്ങൾ മാത്രമല്ല നമ്മൾ, അപ്പുറം അവരുടെ വികാരങ്ങളെ കൂടി, മറയ്ക്കുന്ന വികാരങ്ങളെ കൂടി കാണാനുള്ള, സെൻസ് ചെയ്യാനുള്ള കഴിവാണ് ഹ്യൂമൻ വാച്ചിങ്. ഇതിനൊരു ഇമോഷണൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഇങ്ങനെയാണ് പറയുന്നത്: മറ്റുള്ളവരുടെ സ്വരവും കണ്ണുകളും, എന്തിന് നിശബ്ദത പോലും, ചിലവേള അസാന്നിധ്യം പോലും ശ്രദ്ധിക്കുന്നതിലൂടെ അവരുടെ വൈകാരിക ഊർജത്തെ പ്രതികരണത്തിന് പകരം സംവേദനക്ഷമതയോടെ ബോധപൂർവമായ ഒരു അവലോകന പരിശീലനമാണ് ഹ്യൂമൻ വാച്ചിങ്ങിലൂടെ സാധിക്കുന്നത്. ഭയങ്കര ഇമോഷണൽ ഇന്റലിജന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. മറ്റുള്ളവരുടെ സ്വരവും അവരുടെ കണ്ണുകളും, എന്തിന് നിശബ്ദത പോലും, അതുമല്ല അതിനപ്പുറം അവരുടെ അസാന്നിധ്യം പോലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഒരു മുൻവരിയിൽ ഒരാൾ മാത്രം ആ സീറ്റ് കാലിയായിരിക്കുമ്പോൾ അവിടെ ഇരിക്കേണ്ട ആളെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ കാണുന്നില്ല അവിടെ ഒരാളെ, ആ കാണാത്ത ആളെ പോലും കാണുമ്പോൾ ഈ വൈകാരിക ഊർജത്തെ നമ്മുടെ റെസ്പോൺസിന് പകരം നമ്മുടെ ഒരു സെൻസിറ്റിവിറ്റി, സംവേദനക്ഷമതയുടെ ബോധപൂർവമായിട്ടുള്ള ഒരു അനാലിസിസ് പരിശീലനമാണ് ഈ ഹ്യൂമൻ വാച്ചിങ്ങിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത്. ഇത് കേവലം ഒരു നിരീക്ഷണം എന്നതിനപ്പുറം മറ്റൊരു മനുഷ്യജന്മവുമായി കണക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ വാച്ചിങ് വഴി സാധിക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ ദൈവത്തിന് മാത്രം സാധിക്കുന്ന പറയുന്ന കാര്യത്തെയാണ് ഹ്യൂമൻ വാച്ചിങ്ങിലൂടെ സാധിക്കുന്നത്. അതൊരു ഇമോഷണൽ കണക്ടിവിറ്റി വരുമ്പോൾ നമ്മൾ ഒന്നിലധികം ജന്മങ്ങളോട് കണക്ട് ചെയ്യുന്നു എന്നുള്ളൊരു അത്ഭുതം ഹ്യൂമൻ വാച്ചിങ്ങിലുണ്ട്. ഒരു നീണ്ട ട്രെയിൻ യാത്ര, അതിൽ ഒരാൾ മാത്രം നിശബ്ദമായി മറ്റു മനുഷ്യരെങ്ങനെ നോക്കിയിരിക്കുകയാണ് ആ കമ്പാർട്ട്മെന്റിൽ. ദമ്പതികൾ ഇങ്ങനെ പരസ്പരം പ്രണയിക്കുന്നുണ്ട്, അവർ കുശുകുശു പറയുന്നുണ്ട്. ഒരു കൂട്ടം മനുഷ്യര് ഒരു പൊതിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പുസ്തകം വായിക്കുന്ന ഒരു പെൺകുട്ടി, നമ്മളിപ്പോൾ സ്ഥിരം കാണുന്ന മൊബൈല് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ, അങ്ങനെ കുറേ മനുഷ്യരുണ്ട്, കുറേ ആളുകളുണ്ട് അതിനകത്ത്. യാത്ര അവസാനിച്ചപ്പോൾ ട്രെയിൻ സഞ്ചാരികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് അയാളുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, മറ്റ് യാത്രക്കാരെ ഇങ്ങനെ നോക്കുന്നതിൽ നിങ്ങൾ എന്താണ് നേടിയത്? അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഒറ്റ യാത്രയിൽ, അതും എൻ്റെ സീറ്റിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കാതെ 100 വേറെ ജീവിതങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചു എന്നാണ്. ഈ ഒറ്റ ട്രെയിൻ യാത്രയിലൂടെ എനിക്ക് വേറെ 100 യാത്രകൾ, മനുഷ്യരുടെ ജീവിതയാത്രയിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഈ ട്രെയിൻ യാത്രാ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്രയാണ്: യാത്രയിലും അല്ലെങ്കിലും നാം ആളുകളെ ഇങ്ങനെ അവബോധത്തോടെ നിരീക്ഷിക്കുമ്പോൾ ഓരോ നിമിഷവും മനുഷ്യ ജീവിതങ്ങളുടെ വൈവിധ്യങ്ങളിലേക്കുള്ള യാത്രയായി ഹ്യൂമൻ വാച്ചിങ് മാറുന്നുണ്ടെന്നുള്ളതാണ്. വളരെ ബോറാക്കുന്ന ചില യാത്രകളെ സമ്പന്നമാക്കാനുള്ള വഴിയും കൂടിയാണ് ഹ്യൂമൻ വാച്ചിങ്. ഇതിനൊരു പ്രാക്ടിക്കൽ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, എന്താണ് ഹ്യൂമൻ വാച്ചിങ് എന്ന് ഇത്ര നേരം പറഞ്ഞിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് ഇത്രയേ ഉള്ളൂ: നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ, അതിപ്പോൾ സൂം മീറ്റിങ്ങിലായാലും വേണ്ടില്ല, ബസ് യാത്രയിലായാലും വേണ്ടില്ല, മാർക്കറ്റിലായാലും വേണ്ടില്ല, ക്ലാസ് മുറിയിലായാലും വേണ്ടില്ല, ഓഫീസ് വരാന്തയിലായാലും വേണ്ടില്ല, വീടുകളിലായാലും വേണ്ടില്ല, അവരെ നിശബ്ദമായി ശ്രദ്ധിക്കുകയും അവരെങ്ങനെ പ്രതികരിക്കുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ പോരാടുന്നു, അവരെങ്ങനെ സ്നേഹിക്കുന്നു, അവരെങ്ങനെ പ്രത്യാശിക്കുന്നു, അവരെങ്ങനെ വേദനയെ അനുഭവിക്കുന്നു, സന്തോഷത്തെ പ്രകടിപ്പിക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നതാണ് മനുഷ്യ നിരീക്ഷണം. ഓരോ പ്രവൃത്തിക്കും പിന്നിൽ ഒരു വികാരമുണ്ടെന്നും ഓരോ വ്യക്തിയുടെ പിന്നിലും നമ്മൾ അറിയാത്ത, നമ്മൾ മനസ്സിലാക്കാൻ ആരൊക്കെയോ കാത്തിരിക്കുന്ന ഒരു കഥ ഉണ്ടെന്നും ഹ്യൂമൻ വാച്ചിങ് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മനുഷ്യ നിരീക്ഷണം എന്നത് ആളുകളെ നിരീക്ഷിക്കുന്നതിനപ്പുറം അത്രയും അവയർനെസ്സോടുകൂടി കാണലാണ്. ഇത് നമ്മുടെ പക്ഷി നിരീക്ഷണമോ ആകാശ നിരീക്ഷണമോ പോലെ
അതിനകത്തൊരു മൾട്ടിപ്പിൾ ടാസ്ക് ഉണ്ട് എന്നുള്ളതാണ്. വെറുതെ നോക്കൽ മാത്രമല്ല, ഒരു ശാരീരിക ശേഷിയുണ്ട്, കണ്ണുകൊണ്ട് കാണണം, അതിനൊരു ബുദ്ധി വ്യാപാരമുണ്ട്, ഒരു കോഗ്നിറ്റീവ് സൈഡുണ്ട്, അതിനൊരു അഫക്റ്റീവ് സൈഡുണ്ട്, ഒരു മനോഭാവ രൂപീകരണവും ഈ ഹ്യൂമൻ വാച്ചിങ്ങിൽ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ വാച്ചിങ് എന്നാൽ നമ്മൾ പറയുന്ന ഈ വായ്നോട്ടമോ എത്തിനോട്ടമോ ഒന്നുമല്ല. കുറച്ച് ആളുകൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സെഷന്റെ ഒടുക്കം വന്ന സംശയം, ഈ ഹ്യൂമൻ വാച്ചിങ് അവരുടെ സ്വകാര്യതയെ ബാധിക്കില്ലേ എന്നായിരുന്നു ചോദ്യം. അങ്ങനെയുള്ള എത്തിനോട്ടമോ വായ്നോട്ടമോ അല്ല ഹ്യൂമൻ വാച്ചിങ്. അപ്പോൾ നമുക്ക് പറയാനുള്ള, ഒരാളുടെ അസാന്നിധ്യത്തിൽ പോലും നമുക്ക് ഹ്യൂമൻ വാച്ചിങ് സാധ്യമാകണം എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ പെരുമാറ്റം, ഭാവങ്ങൾ, വികാരങ്ങൾ, ഇടപെടലുകൾ എന്നിവയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പ്രവൃത്തിയാണ് മനുഷ്യ നിരീക്ഷണം എന്ന് പറയാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഒന്നുമില്ല, ഒരു വിധിയൊന്നും വരുന്നില്ല. നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനൊക്കെ കുറിച്ച് പറഞ്ഞ പോലെ ജസ്റ്റ് ഒബ്സർവ്, അത്രേ ഉള്ളൂ. പക്ഷെ ജസ്റ്റ് ഒബ്സർവും അല്ല, കുറേയും കൂടി നമ്മൾ കാണാത്തരങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ വിലയിരുത്തലൊന്നുമില്ലാതെ വെറുതെ അറിയലാണ് ശരിക്കും ഹ്യൂമൻ വാച്ചിങ് എന്നും ചുരുക്കി പറയാവുന്നത്. അതിൽ ഓരോ ആംഗ്യവും, മനുഷ്യരുടെ ഓരോ ആംഗ്യം, എന്തിനൊരാളുടെ വിരലനങ്ങുന്ന പോലും, ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കുടുക്ക് ഇടുന്നുണ്ട്, അയാൾ ടെൻസ്ഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അയാൾ മീശ ഇങ്ങനെ 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 കാണിക്കുന്നുണ്ടെങ്കിലും ആ ഓരോ ആംഗ്യവും, അതോ പെട്ടെന്നൊരാള് നിശബ്ദമായി പോയി, അപ്പൊ അയാളുടെ നിശബ്ദതയും, ഒരാൾ പെട്ടെന്ന് ഒച്ച വയ്ക്കുന്നു, അപ്പൊ അയാളുടെ സ്വരവും, നേരത്തെ വന്നപ്പോ കണ്ട ഭാവമല്ല ഇപ്പൊ അയാളുടെ ഭാവവും, ഇതെല്ലാം ചേർന്ന് ഒരു കഥ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആളുകളെ ഇങ്ങനെ ആഴത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനൊക്കെ അപ്പുറം അവരുടെ ചിന്താരീതികൾ എന്താണെന്ന് നമുക്ക് തെളിഞ്ഞു വരും. ഇമോഷൻസിന്റെ ലെയേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ ക്യാരക്ടറിന്റെ ലെയേഴ്സ് പറയണ പോലെ അങ്ങനെയുള്ള ലെയേഴ്സും നമുക്ക് തെളിഞ്ഞു വരും എന്നുള്ളതാണ്. മനുഷ്യത്വത്തെ കുറിച്ചുള്ള ചില സാർവത്രികമായിട്ടുള്ള, ഒരു കോമൺ ആയിട്ടുള്ള ചില സത്യങ്ങളും ഇങ്ങനെ നമ്മൾ കണ്ടെത്തും ഹ്യൂമൻ വാച്ചിങ്ങിലൂടെ. ഇപ്പൊ നമ്മളെപ്പോലെ ഈ അസോസിയേഷനിലുള്ളവരെ പോലെ മികച്ച ആശയവിനിമയക്കാര്, കൗൺസിലർമാര്, അധ്യാപകര്, കൂട്ടാളികൾ, അവർക്കൊക്കെ വളരാൻ മനുഷ്യ നിരീക്ഷണം വളരെ സഹായിക്കുമെന്നുള്ളതാണ്. ഞാൻ ആദ്യം ഈ ജഡ്ജ്മെന്റ് നിർത്തിക്കളയണം. പോസിറ്റീവ് നെഗറ്റീവ് എന്നും ഈവൻ ലേബലിംഗ് പോലും പാടില്ല എന്നാണ് പറയുന്നത്. ഒരു കാറ് കാണുമ്പോൾ അത് മാരുതി കാറാണെന്നോ ഫോർഡ് കാറാണെന്നോ അല്ലെങ്കിൽ ബെൻസ് ആണെന്നൊന്നുമില്ല, കാർ, അത്രേ ഉള്ളൂ. ആ രീതിയിൽ അതിനെ കാണാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യ നിരീക്ഷണം ഇങ്ങനെ സഹാനുഭൂതിയിലേക്കുള്ള ഒരു പാതയാണ്, ഒരു പാലമാണ്. നമ്മൾ കാണുന്നതിനും നമ്മൾ മനസ്സിലാക്കുന്നതിനും ഇടയിലുള്ള ഒരു പാലം. നമ്മൾ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും ഇടയിലൊരു പാലം പോലെയാണത്. ഓരോ മുഖവും മറഞ്ഞിരിക്കുന്ന ഒരു കവിതയാണെന്നൊക്കെ നമുക്ക് പറയാം. ഓരോ കണ്ണും ഒരു പ്രപഞ്ചം വഹിക്കുന്നുണ്ട്. നിന്റെ കണ്ണിനുള്ളിൽ ഒരു പ്രപഞ്ചം ഉണ്ടെന്ന് കാമുകൻ കാമുകിയോട് പറയുന്നത് പോലെ അത്രയും തരളിതമായിട്ട് നമുക്ക് ഹ്യൂമൻ വാച്ചിങ് കുറേ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ക്ലാസ്സിൽ അരുൺ എന്നൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. അവൻ എപ്പോഴും അവസാന ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക ചെയ്യുക, ലാസ്റ്റ് ബെഞ്ചറാണ്, അങ്ങനെയൊക്കെ പറയാം, ബാക്ക് ബെഞ്ചറാണ്. അവൻ വളരെ അപൂർവമായി മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നുള്ളതാണ്. തീരെ പുഞ്ചിരിക്കില്ല, എല്ലാത്തിലും ഒരു താല്പര്യമില്ലാത്തവനെ പോലെ കാണും. ടീച്ചേഴ്സൊക്കെ അവനെ ഒഴിച്ചു വിട്ടു, അവൻ മടിയനാണ് അല്ലെങ്കിൽ നിർവികാരനാണെന്നൊക്കെ പറഞ്ഞ് തള്ളിവിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രേമം സിനിമയിലെ മലർ മിസ് പോലെ ഒരു മിസ് ദേവിക കോളേജിലെ പുതിയ പ്രൊഫസറായിട്ട് വന്ന് ചേരുകയാണ്. ഈ ദേവിക ടീച്ചറുടെ പ്രത്യേകത, അവര് വെറുതെ പഠിപ്പിച്ചു പോരുക അല്ലെങ്കിൽ പോർഷൻസ് കവർ ചെയ്യുക മാത്രമല്ല, കുട്ടികൾ ഓരോരുത്തരും ക്ലാസ്സിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്, അവരുടെ ആ ബോഡി ലാംഗ്വേജ്, അവരെവിടെയാണ് പോയി ഇരിക്കുന്നത്, അവര് തന്നെ എങ്ങനെയാണ് നോക്കുന്നത്, ബോർഡ് എഴുത്തിലേക്ക് എങ്ങനെയാണ് നോക്കുന്നത്, അങ്ങനെ പലതും നിശബ്ദമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു രീതി ആ ടീച്ചർക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. അരുൺ ഒരിക്കലും കണ്ണിലേക്ക് നോക്കുന്നില്ല എന്നുള്ള കാര്യം ഈ ദേവിക ടീച്ചർ മനസ്സിലാക്കുകയാണ്. മാത്രല്ല, ഇവൻ പലപ്പോഴും ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് കഴിക്കാറില്ല എന്നും ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ദേവിക ടീച്ചർ അവനെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക മാത്രമാണ് ചെയ്തത് കുറെ നാൾ. ഒരു ദിവസം സമയം ഒത്തു വന്നപ്പോ
ടീച്ചർ അവനോട് ചോദിച്ചു, നീ ഇന്ന് വളരെ ക്ഷീണിതനായിട്ടുണ്ടല്ലോ, നിന്റെ കണ്ണുകൾ പറയുന്നുണ്ട് നീ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ നീ നിന്റെ അസൈൻമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് വെക്കുന്നുണ്ട്, രാത്രിയിൽ നീ നല്ല ഹോംവർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്, അല്ലാതെ ഇങ്ങനെ വരില്ല, എന്നാൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുമില്ല. ഒരു ചെറിയ നിമിഷം അതെന്തോ ഒന്ന് തുറക്കുകയാണ്. അവൻ പറയുകയാണ്, അമ്മയെയും അനുജത്തിയെയും പോറ്റാൻ എല്ലാ രാത്രിയിലും അവൻ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. അരുൺ അത് സമ്മതിക്കുകയാണ്. ഗ്രേഡ് കുറഞ്ഞാൽ സ്കോളർഷിപ്പ് നഷ്ടപ്പെടുന്നുള്ള ഒരു പേടിയിൽ അവൻ എന്നും രാത്രി ഉറങ്ങിയില്ലെങ്കിലും കോളേജിൽ വരികയാണ്. ആ ദിവസം മുതൽ ദേവിക ടീച്ചർ ഇവനെ കൂടുതൽ സഹായിക്കാൻ തുടങ്ങുകയാണ്. ക്ലാസ് നോട്ട്സ് ഒക്കെ കൂടുതൽ അയച്ചു കൊടുക്കും, അവൻ്റെ അസൈൻമെന്റ്സിനൊക്കെ ഒരു എക്സ്റ്റൻഷനൊക്കെ കൂടുതൽ കൊടുക്കും. മാത്രമല്ല ക്യാമ്പസിൽ നിന്നൊരു പാർട്ട് ടൈം ജോലിയും കൂടെ ഒപ്പിച്ച് ചെറിയ ശമ്പളം കൂടെ കൂടുതൽ ഒപ്പിച്ചു കൊടുത്തു, കൂലി കൂടുതൽ കിട്ടി തുടങ്ങി. അരുൺ കൂടുതൽ മികച്ച വിദ്യാർത്ഥിയായിട്ട് വലിയ ക്ലാസ്സോടുകൂടി ബിരുദം നേടി പോയി. വർഷങ്ങൾക്ക് ശേഷം ഈ അരുൺ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി മാറി എന്നതാണ്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഞാൻ ആളുടെ പേരൂടെ പറയുന്നില്ല മാത്രം. ഇദ്ദേഹം ഈ അരുൺ എല്ലാ പ്രസംഗത്തിലും ആവർത്തിച്ച് പറയും, സഹാനുഭൂതി ആരംഭിക്കുന്നത് കാണുന്നതിലൂടെയാണ്. ആരെങ്കിലും എന്നെ സഹായിച്ചത് കൊണ്ടല്ല, മറിച്ച് അന്ന് ഒരാൾ എന്ന് പറഞ്ഞാൽ ദേവി ടീച്ചറാണ്, എന്നെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇത്രയും മാറിയത്. ആരും സഹായിച്ചിട്ടല്ല, ഒന്ന് ശ്രദ്ധിക്കുന്നതോടുകൂടി, ഹ്യൂമൻ വാച്ചിങ്ങോടുകൂടി പലരുടെയും ജീവിതം തന്നെ മാറി മറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ അരുൺ ദേവിക ടീച്ചർ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ യഥാർത്ഥ സഹാനുഭൂതിക്ക് അങ്ങനെ വാക്കുകളൊന്നും വേണമെന്നില്ല കേട്ടോ. അത് നമ്മൾ വെറുതെ നിരീക്ഷിക്കുമ്പോൾ തന്നെ അത് ആരംഭിക്കുന്നുണ്ട്. ഒരാളെ അയാളുടെ നിശബ്ദതയ്ക്ക് അപ്പുറം അല്ലെങ്കിൽ അയാളുടെ ഒരു അസാന്നിധ്യത്തിന് അപ്പുറം കാണാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നാണ് ഹ്യൂമൻ വാച്ചിങ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചോദ്യം. മറ്റുള്ളവരെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്ന വിശദാംശങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? അയാൾ സംസാരിക്കാത്തത് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വ്യക്തിയെ അങ്ങനെ ആഴത്തിലും വിധിന്യായമില്ലാതെയും കാണുക എന്നതിനർത്ഥം ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്നതാണ്, ഞാൻ നിങ്ങളെ വിലമതിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു മഴയുള്ള വൈകുന്നേരം ഒരു റെയിൽവേ സ്റ്റേഷൻ, മീര എന്നൊരു എഴുത്തുകാരി, മീര സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ വൈകിയ ട്രെയിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനാണ്, ആളുകൾ തിടുക്കത്തിൽ ഇങ്ങനെ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോകുന്നുണ്ട്. അധികം പേരും അസ്വസ്ഥരാണ്, ചിലര് ഫോണുകളിൽ അവരെ തന്നെ മറന്നു പോയിട്ടുണ്ട്, ചിലരിങ്ങനെ നിശബ്ദരും ക്ഷീണിതരുമാണ്. അപ്പം മീര, എഴുത്തുകാരിയായ മീര മുഖങ്ങളെ ഇങ്ങനെ നോക്കി ശീലിക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ നോക്കുമ്പോ ഒരു മരബെഞ്ചില് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വൃദ്ധൻ, അയാളെ ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അത്രയും ലളിതമായിരുന്നു, ഷൂസൊക്കെ തേഞ്ഞു പോയിട്ടുണ്ട്. അരികിൽ ഒരു പഴയ കീറിയ വയലിൻ കേസ് ഇരിപ്പുണ്ട്. കണ്ണൊന്നും കൂടെ ക്ലോസപ്പിലേക്ക് പോവുകയാണ്. ഓരോ മിനിറ്റിലും ഓടിയെത്തുന്ന ആളുകളെ നോക്കി അയാൾ വെറുതെ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്, പക്ഷെ ഒരു മനുഷ്യനും അയാളെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ മീര പതുക്കെ വൃദ്ധന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വയലിൻ വായിക്കാറുണ്ടോ? അയാൾ തലയാട്ടുകയാണ്, പണ്ട്, ഇപ്പോൾ കൈകൾ വിറയ്ക്കും. മീര അയാളുടെ കൂടെ കുറച്ചു നേരം ഇരിക്കുകയാണ്, സംസാരിച്ചു കുറച്ചു നേരം. കഥകൾ പുറത്തേക്ക് വരികയാണ്. അയാൾ 40 വർഷമായി ഒരു വയലിനിസ്റ്റാണ്. ട്രെയിനുകളിലും വിവാഹ സൽക്കാരങ്ങളും തെരുവുകളിലൊക്കെ വായിച്ച് അങ്ങനെയാണ് അയാളുടെ പണ സമ്പാദ്യം. ഭാര്യ കഴിഞ്ഞ വർഷം മരിച്ചു, മകൻ വിദേശത്ത് എവിടേക്കോ പോയി. പക്ഷെ ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കും. അദ്ദേഹം വളരെ പതുക്കെ പറയുന്നത്, കാരണം
ആളുകളുടെ ഈ കാൽപ്പാടുകളുടെ ശബ്ദം എനിക്ക് സംഗീതം പോലെയാണ്. ആ ഓർമ്മകൾ എന്നെ വയലിൻ വായിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുത്തുകയാണ്. ഇപ്പൊ മീര ആവശ്യപ്പെടുകയാണ്, അങ്ങ് ധൈര്യപൂർവ്വം ഈ വയലിൻ എടുത്ത് വായിക്കൂ. അപ്പൊ അയാൾ പേടിക്കുന്നുണ്ട്, കൈ വിറയ്ക്കുന്നു. ഇല്ല, അയാൾ വയലിൻ കേസ് തുറന്ന് നല്ലൊരു സ്ട്രിപ്പ് വായിച്ചു. സ്റ്റേഷന്റെ ശബ്ദം മൊത്തത്തിൽ മങ്ങിപ്പോയി. ആ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ പലരും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ അപരിചിതരിങ്ങനെ കേൾക്കാൻ വട്ടത്തിൽ നിന്നു. ചിലര് പുഞ്ചിരിക്കുന്നുണ്ട്, ചിലരിങ്ങനെ അതിലെ സാഡ്നെസ് കാരണം കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട്, ചിലര് ദീർഘനിശ്വാസം വിടുന്നുണ്ട്. ആ നിമിഷം എല്ലാവർക്കും നമ്മൾ പറയില്ല, എന്തോ ഒന്ന് തോന്നി. അത് ചിലർക്ക് നൊസ്റ്റാൾജിയ ആവാം, സ്നേഹമാകാം, നഷ്ടമാകാം, ആഗ്രഹമാകാം, സങ്കടമാകാം. സീൻ കഴിയുന്നു, മീര തൻ്റെ ട്രെയിനിൽ കയറി വീട്ടിലേക്ക് പോകുന്നു. മീര ഇങ്ങനെ പറയാണ്, ഞാൻ എന്തോ ആഴത്തിൽ അനുഭവിച്ചു. ആ സ്റ്റേഷനിൽ അവൾ കണ്ട ഓരോ മനുഷ്യരുടെയും മുഖത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു നോവൽ ഇങ്ങനെ മീര കാണുകയുണ്ടായി. ആരും വായിക്കാത്തത്, ആരും പറയാത്തതായിട്ടുള്ള നീറ്റൽ. പക്ഷെ അതിലും ആഴത്തില് നമ്മൾ ആ പറഞ്ഞ സീനിൽ ഇയാളുടെ ചുറ്റും നിന്ന എല്ലാവരുടെയും മുഖത്ത് അല്ലെങ്കിൽ മനസ്സില് മനുഷ്യത്വം ഉണ്ടെന്ന് ബോധ്യമായി. അന്ന് രാത്രി മീര തൻ്റെ ഡയറിയിൽ എഴുതുകയാണ്, ഓരോ മനുഷ്യനും ഓരോ വികാരഭരിതമായ നോവലാണ്. ചിലര് കഥയാണ്, ചിലര് കവിതയാണ്, ചിലര് വേദനയാണ്, ചിലര് സന്തോഷമാണ്, ചിലര് കേൾക്കാൻ കാത്തിരിക്കുന്ന സിംഫണികളാണ്. വിലയിരുത്താനല്ല, മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആളുകളെ കാണാൻ തുടങ്ങുമ്പോൾ, ഇങ്ങനെ ഹ്യൂമൻ വാച്ചിങ് നടത്തുമ്പോൾ ജീവിതം ജീവനുള്ള ആത്മാക്കളുടെ അനന്തമായ ഒരു വായനശാലയായി മാറുകയാണ്. അപ്പൊ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും, അതൊരു പുതിയ വണ്ടി, ഓല അല്ലെങ്കിൽ ഊബർ, അതിൻ്റെ ക്യാബ് ഡ്രൈവർ ആവാം, നമ്മൾ ചെല്ലുന്ന കടയിലെ ഉടമയാകാം, അവിടുത്തെ പണിക്കാരനാവാം, നമ്മൾ കാണുന്ന അധ്യാപകരാവാം, വിദ്യാർത്ഥികളാകാം, സഹപ്രവർത്തകരാകാം, ഹോട്ടലിലെ പയ്യന്മാരാകാം, ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ആളാകാം, ബസ്സിലെ കണ്ടക്ടർ ആവാം. ഞാൻ ഇന്ന് തിരിച്ച് കോളേജിൽ നിന്ന് വന്ന് വളരെ തിരക്കുള്ള ഒരു ബസ്സിലായിരുന്നു. ഈ ഹ്യൂമൻ വാച്ചിങ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു വേദിയായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഉള്ളിൽ അവരെല്ലാം ഒരു ലോകം വഹിക്കുന്നുണ്ടെന്ന് നമ്മൾ വീക്ഷിക്കുമ്പോൾ ആ യാത്ര ഒരു വേറെ തലത്തിലേക്ക് പോവുകയാണ്. അവരോരോരുത്തരുടെയും ഭാവം ഓരോ ഖണ്ഡിക പറയുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചാല് ഈ മനുഷ്യരുടെയൊക്കെ കണ്ണുകള് ഓരോ അധ്യായങ്ങളാണ്. അവരുടെ നിശബ്ദതയൊക്കെ മറഞ്ഞിരിക്കുന്ന ഒരു പേജാണ്. പക്ഷപാതമോ തിടുക്കമോ ഒന്നും ഇല്ലാതെ നിങ്ങൾ അവരെ ശരിക്കൊന്ന് കാണുമ്പോൾ, വായിക്കുമ്പോൾ നിങ്ങളും ഹ്യൂമാനിറ്റിയുടെ റീഡറായി മാറുകയാണ്. അവിടെയാണ് സഹാനുഭൂതി, ബന്ധം, ജ്ഞാനം എന്നിവ ശരിക്കും ആരംഭിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പുസ്തകങ്ങളൊന്നുമല്ല, ഇങ്ങനെ വായിക്കുന്ന ആ വായനയിലാണ് ഹ്യൂമാനിറ്റി ആരംഭിക്കുന്നത്. നിങ്ങളൊരു ശരിക്കും ഒരു മനുഷ്യനാകുന്നത് അത്തരം ഹ്യൂമൻ വാച്ചിങ് നിമിഷത്തിലൂടെയാണ്. ഒരു നദിക്കരയിലെ ചായക്കടയുടെ കഥയുണ്ട്. ജോലിക്ക് പോകുമ്പോൾ രവി എന്ന് പറഞ്ഞ ഒരാൾ എല്ലാ ദിവസവും രാവിലെ ഈ നദിപ്പാലത്തിനടുത്തുള്ള ഒരു ചെറിയ ചായക്കടയിൽ വണ്ടി നിർത്തും. ആ സ്ഥലം അത്രയും സാധാരണമായിരുന്നു. ഒരു മരബെഞ്ച്, ഒരു തുരുമ്പിച്ച കെറ്റില്, ഇതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ഒരു ചെറിയ ബെഞ്ച്, ഒരേ നിശബ്ദമായ പുഞ്ചിരിയോടെ എല്ലാവർക്കും ചായ വിളമ്പുന്ന ഗോപാൽ എന്ന ഒരു മെലിഞ്ഞ വൃദ്ധൻ. ഇത് മാസങ്ങളോളം രവി അവിടെ ഇങ്ങനെ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, പെട്ടെന്ന് പോവുകയും ചെയ്യും. ഗോപാൽ എന്ന ഒരു മനുഷ്യനെ മാത്രം നമ്മുടെ രവി ഒരിക്കലും കണ്ടില്ല എന്നതാണ്. ഒരു ദിവസം രവി തൻ്റെ ഫോൺ വീട്ടിൽ മറന്നു വെച്ചു. ഗോപാലിന്റെ ചായപ്പിടി എത്തിയപ്പോഴാണ് ഫോൺ എടുക്കാൻ മറന്ന ഓർമ്മ വരുന്നത്. സംഗീതമോ സന്ദേശങ്ങളോ ശ്രദ്ധ തിരിക്കാതെ അവൻ നിശബ്ദനായി അവിടെ ഇരുന്നു. പ്രഭാതം വിരിയുന്നത് നോക്കി. ഗോപാൽ കപ്പുകൾ ഇങ്ങനെ വൃത്തിയായി ഭംഗിയിൽ ഒരു വരിയിൽ വയ്ക്കുന്നതും ആ വെള്ളത്തിലൊക്കെ വിരലുമൊക്കെ ചൂട് നോക്കുന്നതും
ഒരു വേള ചായയുടെ ടേസ്റ്റ് നോക്കാൻ ഇങ്ങനെ സ്പൂൺ എടുത്ത് ഇങ്ങനെ കയ്യിലൊഴിച്ച് അതിങ്ങനെ നക്കി കഴിക്കുന്നതും ഒക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അത് ആ ഫോൺ പോയതോടുകൂടി ഇനിയിപ്പോൾ എവിടേക്കും പോകാനില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ഇരുന്നത് കൊണ്ടാണ്. ഇതെല്ലാം ഇങ്ങനെ രവി ശ്രദ്ധിക്കുകയാണ്. അയാൾ ആദ്യമായിട്ട് ശ്രദ്ധിച്ചാണ്. ഇത്ര മാസങ്ങളോടെ അവിടെ വന്നതാണ്. ഒരു കുഞ്ഞു കുട്ടി വന്നിട്ട് പറയാ പണം ഇല്ല എന്ന് പറഞ്ഞപ്പോ ആ ഗോപാൽജി ആ കുട്ടിക്ക് ഒരു കപ്പിൽ നിറയെ കാപ്പി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുള്ള ചായ ഒരിക്കലും പണത്തിനായി കാത്തിരിക്കരുതെന്ന് അയാൾ പറയുന്നുണ്ട്, ആരോടൊന്നില്ലാതെ. ആ വരി രവിയുടെ മനസ്സിൽ തുടരുകയാണ്. ആ നിശബ്ദതയിൽ അയാൾക്ക് ചുറ്റുമുള്ള ജീവിതം കൂടുതൽ തെളിച്ചത്തിൽ കാണാൻ പറ്റുകയാണ്. 1000 കഠിനമായ ദിവസങ്ങളെ നേരിട്ടിട്ടും ദയ തിരിച്ചെടുത്ത ഒരു മനുഷ്യന്റെ ക്ഷമ, വാക്കുകളില്ലാതെ പരസ്പരം സഹായിക്കുന്ന പലതരം ആളുകളുടെ നിശബ്ദ താളം. ജോലിസ്ഥലത്തും വീട്ടിലുമെല്ലാം രവി ഗോപാലിനെയും അവന്റെ ചായക്കടയും മാത്രം ഓർത്തുകൊണ്ടിരുന്നു. അതൊരു വലിയ പുസ്തകമാണ് ആ ചായക്കട. പിറ്റേന്ന് രാവിലെ രവി അതിരാവിലെ ചെന്ന് ഗോപാലിനോട് ചോദിച്ചു, നീ ഇവിടെ ചായക്കട തുടങ്ങിയിട്ട് എത്ര കാലമായി? അപ്പൊ ഈ ഗോപാൽ എന്ന ചായപ്പിടിക്കാരൻ അപ്പൂപ്പൻ പുഞ്ചിരിച്ച് പറയുകയാണ്, ഞാൻ 40 വർഷമായി. ആളുകൾ ഇങ്ങനെ വന്നു പോകുന്നു, മുഖങ്ങൾ പലതും മാറുന്നു, പക്ഷെ എൻ്റെ ചായയുടെ ആവിയും ഈ ആശംസകളുടെ ശബ്ദവും ഒരിക്കലും മാറിയിട്ടില്ല. മിസ്റ്റർ, നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാറില്ല. ആ ദിവസം രവിക്ക് ആഴമേറിയ ഒരു കാര്യം മനസ്സിലായി. ഓരോ ജീവിതവും നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ശബ്ദമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ മീറ്റിലുള്ളവരെല്ലാവരും എന്നോട് സംസാരിക്കുന്നുണ്ട്, ഒരു ശബ്ദവും ഇല്ല, ആരുടെ ഒരു ശബ്ദം കേൾക്കാനില്ല. ശരിക്കും ഇടവേളകളിൽ ആളുകൾ പരസ്പരം നോക്കുന്നതിലാണ് ഈ ശരിയായിട്ടുള്ള വിനിമയം വരുന്നത്. അപ്പൊ ശരിക്കും നിശബ്ദത ഒരു ശൂന്യതയൊന്നുമല്ല, അത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു വാതിലാണ്. പത്മരാജന്റെ സിനിമയാണ് തൂവാനത്തുമ്പികൾ. അതില് നമുക്ക് ഓരോ നാരങ്ങ വെള്ളം കാച്ചിയാലെന്നൊക്കെ ചോദിച്ചിട്ട് അശോകനെയും ആ പെണ്ണിനെ ആ മുറിയിലേക്ക് അടച്ചിട്ട് മോഹൻലാൽ കഥാപാത്രം ആ വരാന്തയിൽ ഇങ്ങനെ ഒരു നിമിഷം വന്ന് നിൽക്കുന്ന ഒരു ശൂന്യതയുണ്ട്. ആ പടം ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കണം. അത് ആ ആക്ടർ കൊണ്ടുവന്ന ഒരു ഇംപ്രോവൈസേഷൻ ആയിരുന്നു എന്നാണ് പത്മരാജൻ പറഞ്ഞത്. ആ നിശബ്ദത, അതാണ് അത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആ സിനിമയിൽ കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. അപ്പൊ നിശബ്ദത ഒരു ശൂന്യതയല്ല, അത് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു വാതിലാണ്. നമ്മുടെ സ്വന്തം വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ഓരോ ഇടവും നിറയ്ക്കുന്നത് നിർത്തി നമ്മുടെ ഇങ്ങനെ ഞാൻ എന്നിങ്ങനെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കാതെ ലോകത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിന്റെ രഹസ്യ സംഗീതം നമ്മൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങും. ഇങ്ങനെ മനുഷ്യ നിരീക്ഷണം ആരംഭിക്കുന്നത് കണ്ണുകളിൽ നിന്നല്ല, ശരിക്കും ശാന്തമായിട്ടുള്ള മനസ്സിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞ രവി മൊബൈൽ ഫോണൊക്കെ നഷ്ടമായപ്പോഴാണ് ആ ചായപ്പിടിക്കാരനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നമുക്ക് അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ലൈഫിൽ വരുമ്പോഴാണ് നമ്മൾ ഈ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഹ്യൂമൻ വാച്ചിങ് പരിശീലിക്കുന്നവര് അങ്ങനെ ട്വിസ്റ്റ് വരാനൊന്നും കാത്തുക്കുന്നില്ല, ഓരോ മൊമെന്റിലും. ഇപ്പൊ ഇനി നാളെ പകല് നിങ്ങൾ എത്രമാത്രം ഹ്യൂമൻ വാച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ സംസാരത്തിന്റെ വിജയം. അപ്പൊ നമ്മൾ വേഗത ഒന്ന് കുറയ്ക്കുന്ന നിമിഷം, ആ വൃദ്ധന്റെ ചായപ്പീടിയിലെ ബെഞ്ചിൽ വന്നിരിക്കുന്ന നിമിഷമാണ് ആ വൃദ്ധനെ അയാൾ കൂടുതൽ കാണാൻ തുടങ്ങിയത്. നമ്മൾ ഈ തിരക്കൊന്ന് മാറ്റി വെച്ചാൽ തന്നെ നമ്മൾ കാണാൻ തുടങ്ങും എന്നുള്ളതാണ്. ആളുകളെ മാത്രമല്ല, അവരുടെ ആ നിശബ്ദതയിൽ വികസിക്കുന്ന കുറെ കഥകളുണ്ട്. നമുക്ക് പ്രസിദ്ധരായിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെയും പ്രസംഗകരെയാണ് പരിചയം. ഈ ഭൂമിയിൽ മിണ്ടാതിരിക്കുന്ന കുറെ അത്തരം മൗനികളുടെ കഥകൾക്ക് പുറകെ പോയാലാണ് യഥാർത്ഥ ഹ്യൂമൻ വാച്ചിങ് നടക്കുക. ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു ശാന്തമായ ആശുപത്രി മുറി. അവിടെ രമേശ് എന്നൊരു മധ്യവയസ്കൻ തൻ്റെ പിതാവിൻ്റെ കട്ടിലിൻ്റെ അരികിൽ ചെന്നിരിക്കുകയാണ്. ഒരിക്കലും ശക്തനും അത്രയും ചടുലനായിട്ടുള്ള തയ്യൽക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. പക്ഷെ ഇപ്പോൾ പക്ഷാഘാതം ബാധിച്ച് സംസാരിക്കാൻ കഴിയാതെ കിടക്കുകയാണ്. യന്ത്രങ്ങൾ ഇങ്ങനെ മുറിയിൽ മൂളുന്നുണ്ട്, ഡോക്ടർമാർ വരുന്നുണ്ട് പോകുന്നുണ്ട്, നഴ്സുമാർ വരുന്നുണ്ട് പോകുന്നുണ്ട്, ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവരുടെ ഇടയിൽ വാക്കുകൾ വിട്ടുപോകുകയാണ്. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വൈകുന്നേരം രമേശ് അച്ഛൻ്റെ അടുത്തെത്തും. ആ ദിവസത്തെക്കുറിച്ച് മൃദുവായി സംസാരിക്കും.
കട, അയൽക്കാര്, പേരക്കുട്ടികള്, അച്ഛൻ ഇങ്ങനെ കണ്ണു ചുമുകയോ വിരൽ ചെറുതായി ചലിപ്പിക്കുകയോ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് രമേശിന് ഒരിക്കലും അറിയില്ലായിരുന്നു. ഒരു നീണ്ട ദിവസത്തിന് ശേഷം ഒരു രാത്രി ഇതുപോലെ സംസാരിക്കാൻ പോലും കഴിയാത്തത്ര ക്ഷീണിതനായി രമേശ് അയാളുടെ അരികിൽ നിശബ്ദമായി ചെന്നിരിക്കുകയാണ്. മുറി അത്രയും മങ്ങിയതാണ്, ഒരു പാവപ്പെട്ട ഒരു മുറിയാണ്, പാവപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ മോണിറ്ററിന്റെ താളാത്മകമായ ബീപ്പ് മാത്രമാണ് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത്. പെട്ടെന്ന് ഈ അച്ഛൻ അയാളുടെ ദുർബലമായിട്ടുള്ള കൈ കൊണ്ട് മകന്റെ കയ്യിൽ സ്പർശിക്കുകയാണ്. പതുക്കെ വൃദ്ധന്റെ വിരലുകള് അവന്റെ കൈപ്പത്തിയിൽ എന്തോ കണ്ടെത്തി എഴുതാൻ തുടങ്ങി. അത് സ്നേഹം എന്നായിരുന്നു അച്ഛൻ മകന്റെ കൈപ്പത്തിയിൽ എഴുതിയത്. ഈ രമേശിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറയുകയാണ്. അച്ഛന് സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ ആ വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് എഴുതുകയാണ് സ്നേഹം. പിറ്റേന്ന് രാവിലെ അച്ഛൻ സമാധാനപരമായി മരിച്ചു. മഷിയിലല്ല, സ്പർശനത്തിൽ എഴുതിയ സ്നേഹമെന്ന വാക്കിന്റെ അക്ഷരങ്ങൾ രമേശിന്റെ ഹൃദയത്തിൽ എന്നേക്കുമായിട്ട് ഇങ്ങനെ തെളിഞ്ഞു കിടന്നു എന്നതാണ്. നിരീക്ഷിക്കാതെ പോയ ഒരു വലിയ ജീവിതമായിരുന്നു രമേശിന്റെ അച്ഛൻ. ആ ഒറ്റ രാത്രി കൈവെള്ളയിൽ എഴുതിയ, മഷിയില്ലാതെ എഴുതിയ ആ വാക്കാണ് അവനെ പിന്നെ തെളിയിച്ചത്. മനുഷ്യ നിരീക്ഷണത്തിന് ഇങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട്. സമയപരിധി കാരണം ഇത് കേവലം ഒരു നിരീക്ഷണം, ഒരു കാണൽ മാത്രമല്ല. മനുഷ്യ നിരീക്ഷണം എന്നത് മനസ്സിലാക്കണമെന്ന് മാത്രം പറയുകയാണ്. മനുഷ്യ നിരീക്ഷണം നമ്മൾ നിരന്തരം പരിശീലിച്ചാൽ തന്നെ നമ്മുടെ സങ്കടങ്ങളുടെ വോളിയം കുറയുകയും അത് സീറോ ആവുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറെ ആശ്വാസം വരും എന്നുള്ളതാണ്. വളരെയധികം ആശ്വാസം വരും എന്നുള്ളതാണ്. അപ്പൊ നിരീക്ഷണം ശരിക്കും ഒരു എമ്പതിയാണ്, ഒരു ഫോം ഓഫ് എമ്പതിയാണ്. ഓരോ മനുഷ്യനും വികാരഭരിതമായ കഥയാണെന്നതും നമ്മൾ മനസ്സിലാക്കണം. ചലിക്കുന്ന കഥയാണ്. അപ്പൊ നമ്മളൊക്കെ ഓരോ ചലച്ചിത്രമാണ്, നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ മനുഷ്യ നിരീക്ഷണം നിശബ്ദതയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ശബ്ദം ഉണ്ടാക്കുമ്പോഴൊന്നും മനുഷ്യ നിരീക്ഷണം പറ്റില്ല എന്നുള്ളതാണ്. സംഭാഷണങ്ങളെക്കാൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് മനുഷ്യ നിരീക്ഷണത്തിലുള്ളത്. അവയർനെസ് നമ്മളുടെ വാച്ചിങ്ങിനെ അണ്ടർസ്റ്റാൻഡിങ് ആക്കി മാറ്റുന്നതാണ് ശരിയായ ഹ്യൂമൻ വാച്ചിങ്. ഓരോ പെരുമാറ്റവും, ഒരാൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്നൊരു ക്ലാസ് കഴിഞ്ഞ ദിവസം ചെയ്യുകയുണ്ടായി. അപ്പൊ ഓരോ പെരുമാറ്റത്തിനും പുറകിലൊരു കാരണമുണ്ട്. അത് കാണാത്ത കാരണമായിരിക്കും. ആ കാരണത്തെ കണ്ടെത്താൻ പറ്റുന്നതാണ് ഹ്യൂമൻ വാച്ചിങ്. ഒരുവൾ എന്നോട് അങ്ങനെ പെരുമാറി, അല്ലെങ്കിൽ ഒരുവൻ എന്നോട് അങ്ങനെ പെരുമാറി, എന്തുകൊണ്ട് എന്നതിനുള്ള കാണാത്ത മറുപടി കാണലാണ് ഹ്യൂമൻ വാച്ചിങ്. ഇത് നമ്മുടെ ഒരു ഇമോഷണൽ ഇന്റലിജൻസിനെ കൂട്ടുന്നതാണ് ഹ്യൂമൻ വാച്ചിങ്. ശരിക്കും ജഡ്ജ്മെന്റ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊരു മോചനം കൂടിയാണ് ഈ ഹ്യൂമൻ വാച്ചിങ്. അപ്പൊ ആളുകളെ ഇങ്ങനെ പോസ് ചെയ്യുമ്പോഴാണ്, നിർത്തുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ നന്നാകുക എന്നതും ഓർത്തിരിക്കുക. എംപത്തറ്റിക് വാച്ചിങ് ആണ് അത്, നമ്മുടെ ബന്ധങ്ങളെ ഹീൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അധ്യാപകര്, കൗൺസിലേഴ്സ്, അവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഡെയിലി പ്രാക്ടീസാണ് ഹ്യൂമൻ വാച്ചിങ്. ഒരു കൗൺസിലിംഗ് സെന്ററിൽ പോലും നമ്മൾ അവർ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒരു ഹ്യൂമൻ വാച്ചിങ് സ്കിൽഡ് ആയിട്ടുള്ള ഒരു കൗൺസിലർക്ക് ഒരു 10 മിനിറ്റ് നിരീക്ഷിച്ചാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് സത്യം. ഈ ലോകം തന്നെ ഒരു ക്ലാസ് മുറിയായിട്ട് നമ്മൾ മാറ്റുക എന്നുള്ളത്. MA സൈക്കോളജി അല്ലെങ്കിൽ PhD സൈക്കോളജി ക്ലാസ് അല്ല, അതിനേക്കാളൊക്കെ അപ്പുറമാണ് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള സാംസ്കാരികവും സാമൂഹികമായിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മളെ കൂടുതൽ സ്വയം കാണുന്നതിലേക്കായിട്ട് മെച്ചപ്പെടുത്തുന്നുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല, സമയത്തിന്റെ ഒരു പരിമിതി വന്നിരിക്കുകയാണ്. 8 മണിക്ക് എന്നോട് നിർത്താൻ പറഞ്ഞിരുന്നു, അപ്പൊ അതുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും പറയുകയാണ്, ഇങ്ങനെ ഒരു അവസരം തന്നതിനുള്ള നന്ദിയും സ്നേഹവും. താങ്ക് യു ഓൾ. അതിമനോഹരം സർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക ചോദ്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുക. അതിനെ തുടർന്ന് കൃഷ്ണകുമാർ സാറിന് ഒരു ഫീഡ്ബാക്ക് എല്ലാവർക്കും കൊടുക്കാം. ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? എനിക്കൊരു ചോദ്യം ചോദിക്കാനൊന്ന് തോന്നിയിട്ടുണ്ട്. സാറ് പറഞ്ഞു നമ്മൾ യാതൊരു മുൻവിധികളും കൂടാതെ
നിശബ്ദമായി നിരീക്ഷണത്തിലേക്ക് പോകണമെന്ന്. അത് സാറ് വളരെ എളുപ്പമുള്ള ഒരു രീതിയിലാണ് പറഞ്ഞു. പക്ഷെ അത് യഥാർത്ഥത്തിൽ എന്തുമാത്രം എളുപ്പമാണ്, നമ്മളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ശരിക്കും ഉണ്ടാകേണ്ടതെന്ന് ഒന്നുകൂടി വിശദീകരിക്കാമെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് എളുപ്പമല്ല ഹ്യൂമൻ വാച്ചിങ്. നമ്മൾ ആ വായ്നോട്ടവും നിരീക്ഷണവും എത്തിനോട്ടവും അല്ല ഹ്യൂമൻ വാച്ചിങ് നമ്മൾ പറയേണ്ടത്. എളുപ്പമല്ല. കാരണം ഇത് നമ്മൾ ശാന്തമായാലാണ്, ഞാൻ പറഞ്ഞില്ലേ, ശബ്ദമില്ലാതെ ആക്കുക. നമ്മൾ വളരെ മെഡിറ്റേറ്റീവ് ആയാലാണ് നമുക്ക് ഹ്യൂമൻ വാച്ചിങ് പറ്റുള്ളൂ. നമ്മൾ ശബ്ദമില്ലാതായാൽ തന്നെ നമ്മുടെ മുൻവിധികളൊക്കെ ഇല്ലാതാവും. നമ്മുടെ മുൻവിധികളുടെ ശബ്ദമാണ് ഈ ശബ്ദങ്ങൾ അധികം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു പബ്ലിക് ഓഫീസിലൊക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കടന്നു വരുന്ന ആളെ കുറിച്ച് ഒരു മുൻവിധി ഉണ്ടാവും. ആ മുൻവിധി ഓഫ് ചെയ്താൽ തന്നെ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നല്ലവണ്ണം നടക്കും. അത് കൃത്യമായിട്ട് വന്ന ആളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സാറ് ചോദിച്ചതാണ് ഈ മുൻവിധി എങ്ങനെ ഇല്ലാതാക്കും എന്നുള്ളതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. മുൻവിധി ഇല്ലാതാവണമെങ്കിൽ നമ്മുടെ ശബ്ദങ്ങൾ കുറച്ചാൽ മതി. നമ്മുടെ ചിന്തകൾ, അയാളെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ വരുമ്പോഴേ പറയുകയാണ്. അയാളെ ഡ്രസ്സ് നോക്കിയിട്ടും നമ്മൾ ആ പറഞ്ഞ വെറും ഒബ്സർവേഷൻ നോക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതിനൊന്ന് മാറ്റി പിടിച്ചാൽ ശരിയാകാവുന്നതാണ്. അതങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ അങ്ങനെ പോയാൽ മതി. ബസ് യാത്ര ട്രെയിൻ യാത്ര അതൊക്കെ നന്നായി. വെറുതെ ഈ മികച്ച എഴുത്തുകാരൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ പോയിരുന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അല്ലെ വക്കീൽമാര് നല്ല എഴുത്തുകാരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവരിതിങ്ങനെ കേൾക്കുകയാണ്, അവർ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാണ്. അവിടെ വിധി പിന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ ആ വയലിനിസ്റ്റിന്റെ കഥ, മീര എന്ന് പറഞ്ഞ നോവലിസ്റ്റ്, പിന്നീട് എന്താ ഉണ്ടായത്? ആ വയലിനിസ്റ്റിന്റെ ചുറ്റും ഇവരെല്ലാവരും വന്നിരിക്കുകയാണ്. അവിടെ അവരുടെ മുൻവിധികളൊക്കെ പോയി. അയാളെ ശ്രദ്ധിച്ചിരുന്നില്ലാത്തവർ പോലും ശ്രദ്ധിച്ചു എന്നാണ്. ഉത്തരം എത്രയാണ്? നമ്മുടെ ശബ്ദം കുറച്ചാൽ മതി. അവിടെ മീര നോവലിസ്റ്റ് ആണെന്നൊക്കെ കുറച്ചു. യാത്രക്കാർ യാത്ര പോലും നിർത്തിവെച്ചു. ഈ വയലിനിസ്റ്റിന്റെ ചുറ്റും വന്നിരിക്കുകയാണ്, കാണുകയായിരുന്നു. താങ്ക് യു സാർ. വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരം കിട്ടി എനിക്ക്. നമ്മുടെ ഉള്ളിൽ അതിനെ നിശബ്ദമാക്കുക എന്നുള്ളതാണ് അത് യഥാർത്ഥ കാര്യമെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് വളരെ പ്രാധാന്യമേറിയ ഒരു വസ്തുതയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതെന്നുള്ളതും എനിക്ക് ബോധ്യമായിട്ടുണ്ട്. താങ്ക് യു. പ്രാഞ്ചിയേട്ടനിലെ മമ്മൂട്ടി പറഞ്ഞ എളുപ്പമല്ല കേട്ടോ, എളുപ്പമല്ല. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ജനിച്ച അന്ന് മുതൽ കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ തലയിൽ ഒരാളെ കാണുമ്പോഴേക്കും അതറിയാതെ പുറത്തു വരും. അതിനെ നിശബ്ദമാക്കുക എന്നുള്ളതാണ് സാറിപ്പോൾ ആവശ്യപ്പെട്ട കാര്യം. അത് പറഞ്ഞതുപോലെ എളുപ്പമല്ല. അത് മാറ്റിയെടുക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന വ്യക്തികളെ പറഞ്ഞ പോലെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. നമ്മൾ ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു കാര്യവുമാണ്. സാർ അത് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും എനിക്കിഷ്ടമായ ഒരു വസ്തുത. ഇപ്പോൾ ടീച്ചേഴ്സിന് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു തന്ത്രമല്ല, ഒരു എക്സസൈസ്. ഫസ്റ്റ് ഡേ, അക്കാഡമിക് ഇയറിൽ ഫസ്റ്റ് ഡേ ആ കുട്ടികളോടൊത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എടുക്കുക. അതവിടെ വെച്ചോ. എന്നിട്ട് കോഴ്സ് കഴിയണ അന്നും അതേപോലെ ഒരു സെയിം ലൊക്കേഷനിൽ ഒരു ഫോട്ടോ എടുക്കുക. ഈ ആദ്യത്തെ ഫോട്ടോയിൽ കുറെ മുൻവിധികൾ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത് കേൾക്കുക. യഥാർത്ഥ മുഖങ്ങൾ തെളിഞ്ഞു വന്നതായിരിക്കും ലാസ്റ്റ് ഡേ എടുത്ത, അല്ലെങ്കിൽ ആ ഫെയർവെൽ ഡേ എടുത്ത ഗ്രൂപ്പ്. നമ്മുടെ മുൻവിധികളൊക്കെ പോയിണ്ടാവും. അവിടെ സംഭവിക്കുന്നത് ടീച്ചറുടെ ശബ്ദം കുറഞ്ഞപ്പോഴായിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം കാണുന്ന കുട്ടിയല്ല. പിന്നെ കുറച്ചുകൂടെ ക്രൂരമായ ഉദാഹരണം പറയുക, കല്യാണ ആൽബമാണ്. അന്നത്തെ കാഴ്ചയല്ല ആനിവേഴ്സറിക്ക് പിന്നെ വരുന്ന ഫോട്ടോസിൽ വരുന്നത്. ഇതൊക്കെ നമ്മുടെ ശബ്ദം കുറയും, തനിയെ കുറയുമല്ലോ. 3 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ ശബ്ദമൊക്കെ കുറയും. ഏത് ബന്ധവും 3 വർഷമുള്ളൂ എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ ആ ശബ്ദം കുറയ്ക്കുമ്പോൾ ഈ സാർ പറഞ്ഞ കാര്യം. മനോഹരം സാർ, വളരെ മനോഹരം. ഫീഡ്ബാക്ക് നൽകാം. നമസ്കാരം സാർ. താവോ ഗ്രൂപ്പില് താങ്കൾ ഇടാറുള്ള കുറിപ്പുകൾ പോലെ കാവ്യമനോഹരം ഈ പ്രസംഗവും. താങ്കൾ ആവശ്യപ്പെട്ട പോലെ കണ്ണടച്ചാണ്
പകുതിയിലേറെ കേട്ടത്. അതിമനോഹരായിരുന്നു. പിന്നെ എന്നെപ്പോലെ ഈ 70-കളിൽ എത്തി നിൽക്കുന്ന സ്ത്രീകൾക്ക് വലിയ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ആൾറെഡി. കാരണം അന്നൊന്നും ഞങ്ങൾ തലപൊക്കി മനുഷ്യരെ നോക്കില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു സോഷ്യൽ കണ്ടീഷനിങ് ആണത്. ആളുകളെ നോക്കാനുള്ള ധൈര്യം വളരെ വൈകിട്ട് തലനരച്ച ശേഷമാണ് ശരിക്കും ആളുകളെ നോക്കാൻ, വായി നോക്കാൻ പണ്ട് ഞാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ താങ്കൾ അതിന് വളരെ മാന്യമായ ഒരു വിശേഷണം നൽകി. അപ്പൊ ഇനി ബാക്കിയുള്ള ശിഷ്ടായുസ്സെങ്കിലും ഭംഗിയായിട്ട് ഉപയോഗിക്കാം എന്നൊരു വിശ്വാസം തന്നതിന് വളരെ നന്ദി. താങ്ക് യു. ഞാൻ തൊട്ട് മുമ്പേ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ചു, ദ ആർട്ട് ഓഫ് ലേസിനെസ്, മടിയുടെ കല. അതില് പറയുന്ന ഒരു കാര്യം മാം ഈ പറഞ്ഞത്, നമ്മൾ ഒരു പ്രത്യേക സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് സങ്കടങ്ങൾ ഉണ്ടാവും. അതിന്റെ ആവശ്യമില്ല ശരിക്കും. ഈ പറഞ്ഞ മാതിരി നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ റെക്ടിഫൈ ആവുന്ന സങ്കടങ്ങളുള്ളൂ. മാം ഒന്ന് രണ്ട് ഉത്സവവും പള്ളി പെരുന്നാളൊക്കെ കൊണ്ട് പോയി നല്ലവണ്ണം വായി നോക്കി. ഇനിയിപ്പോ ക്രിസ്മസ് കരോൾ ഇതൊക്കെ വരുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാവും. അത് ഞാൻ ഈ പറഞ്ഞ ബസ് ഗംഭീരാണ്. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾ ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾ ഈ ജന്മത്തിൽ എത്ര മനുഷ്യരെ കണ്ടു എന്നാണ് ചോദ്യം. നിങ്ങൾ എത്ര പേര് നോക്കി എന്നുള്ളതല്ല. അതാണ്. സാറേ, ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഗീതം പോലെയായിരുന്നു. നല്ലൊരു മെഡിറ്റേഷണൽ. സാറ് പറഞ്ഞ പോലെ കണ്ണടച്ചിരുന്ന് നമുക്ക് അവരെ കാണാമായിരുന്നു. സിനിമയിൽ എന്ന പോലെ ഒരു ആൾക്കാർ വന്നു പോകുന്നതും വയലിൻ വായിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ ആൾ ട്രെയിനിൽ കയറി പോയി സംസാരിക്കുന്നത് വരെ നമ്മുടെ മനസ്സ് തെളിഞ്ഞു എന്നുള്ളതാണ്. സാറിന്റെ ആ അവതരണ രീതി വളരെ പതിഞ്ഞ സ്വരവും ഇതും കൂടി ആയപ്പോ വളരെ മനോഹരമായിരുന്നു. എനിക്കത് കാണാൻ പറ്റി എന്നുള്ളതാണ്. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. സൈജു സാറാണ് അതിന് കാരണം, അല്ലാതെ ഞാനല്ല. സാറിന്റെ മെന്റൽ ഇമേജറി തന്ത്രം നല്ലവണ്ണം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതെ, നമ്മള് ഇങ്ങനെ പറയല്ലോ, ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ക്യൂ മണിക്കൂറുകളോളം നിന്നിട്ട് അവിടെ നടക്കെ ചെല്ലുമ്പോ കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നവര് കാണിക്കുന്ന പൊട്ടത്തരാണത്. പക്ഷെ പൊട്ടത്തരല്ല, അത് മാനുഷികമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇരുന്ന കുട്ടികളിൽ ഏറ്റവും മിടുക്കനും മിടുക്കത്തിയൊക്കെ കണ്ണ് കാഴ്ച പരിമിതിയുള്ള കുട്ടികളായിരുന്നു. മറ്റുള്ളവരെക്കാളും കൂടുതൽ കാര്യങ്ങൾ ബിദോവിന്റെ കാര്യം പറഞ്ഞ പോലെ. അപ്പൊ നമ്മുടെ ഈ മെഡിറ്റേഷനൊക്കെ ഭൂരിഭാഗം കണ്ണടയ്ക്കാൻ പറഞ്ഞതിന്റെ കാരണം അതാകാം. കണ്ണാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കും. അപ്പൊ ഈ ഹ്യൂമൻ വാച്ചിങ്ങില് നമ്മൾ കാണുന്നതിന് അപ്പുറം കാണണമെങ്കിൽ കണ്ണടക്കേണ്ടി വരുന്നുണ്ട്. താങ്ക് യു സാർ, ഇങ്ങനെ സപ്പോർട്ട് തന്നതിൽ സന്തോഷം. മാത്യു അച്ഛൻ എന്തോ മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്തു. സാറിൻ്റെ ക്ലാസ് എനിക്ക് മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ അറ്റൻഡ് ചെയ്തിടത്തോളം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം സാറ് പറഞ്ഞതല്ല സാറിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. വളരെ ഫീലിങ്സോടുകൂടിയാണ് സാർ പറഞ്ഞത്. ഞങ്ങളെ അത് ശരിക്കും ഒരു ഫീലിങ്ങിലേക്ക് ഞങ്ങൾ ആനയിച്ചു. ശരിക്കും മനസ്സിലാക്കാനും അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും മനസ്സിലാക്കി ജീവിതത്തെ പ്രാവർത്തികമാക്കാനായിട്ട് ഒരു ഭയങ്കര ഒരു പുഷായിരുന്നു സാറ് പറഞ്ഞത്. വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു സാറിൻ്റെ ക്ലാസ്. അത് ഞാനും ക്ലാസ് എടുക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ ടെക്നിക്ക് ഒന്നും ട്രൈ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. വെരി നൈസ്. സന്തോഷം, വളരെ സന്തോഷം ഫാദർ. ഈ പറഞ്ഞ പോലെ എല്ലാ സെഷന്റെയും അവസാനം ഒരു മെഡിറ്റേഷൻ നല്ലതാണ്. അതിൽ തുടക്കത്തിലും കൊടുക്കാം. കണ്ണടച്ച് കേട്ടാൽ തന്നെ എല്ലാം ഭംഗിയാവും. താങ്ക് യു ഫാദർ. ഓക്കെ. ഞാൻ രണ്ടു വാക്ക് പറയാമെന്ന് വിചാരിക്കുക കൃഷ്ണമാസ്റ്ററെ. വാക്കുകൾ കൊണ്ട് ശരിക്കും പറഞ്ഞ ചിത്രം വരയ്ക്കുകയായിരുന്നു കൃഷ്ണകുമാർ സാർ ഇത്രയും നേരം, 1/4 മണിക്കൂറോളം. അതിന് ഒത്തിരി നന്ദി. ബോബിയച്ചനാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. ജപ്പാനിലൊരു ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു ഗാർഡനിൽ കുറെ പേര് ചെന്നിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമതകളോ കാര്യങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ അവരോട് ചെന്ന് പറയാം. അവർ പ്രത്യേകിച്ച് ഒരു സൊല്യൂഷനൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെന്നിരിക്കും, പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളെ അവർ കേൾക്കും.
അപ്പൊ അങ്ങനെ കേൾക്കാനൊരു ഇടം ഉണ്ടാകുക എന്നുള്ളത് തന്നെ മനുഷ്യന്റെ ഒരു വലിയ നീഡാണ്. ആരും നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് കേൾക്കാനായിട്ട് പോലും ആരും ഇല്ലാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥ ഞാൻ ഓൾഡ് ഏജിലുള്ള ആൾക്കാരിൽ ഒത്തിരി പേരിൽ സന്ദർശിച്ചപ്പോഴത്തേക്ക് കേട്ടിട്ടുണ്ട്. കാരണം മക്കള് ധൃതി വീട്ടിലുള്ള ആർക്ക് ഒരു ശകലം പോലും സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനില്ല. അപ്പൊ അവരാരെങ്കിലും നമ്മൾ യാദൃശ്യവശാൽ അവിടെ ചെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അവർ വിടത്തില്ല, കുറെ നേരം സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ മനുഷ്യന്റെ നീഡ് ഒരു വലിയ ഒരു ആവശ്യമാണ്, മറ്റുള്ളവര് നമ്മളെ കേൾക്കുക, ശ്രവിക്കുക എന്നുള്ളത്. അപ്പൊ അത് ഒരു ആശയം, ബോബീച്ചിന്റെ ഒരു ആശയത്തെ കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. രണ്ടാമത്, ഈ കാഴ്ചകൾ മനുഷ്യരിൽ ഒത്തിരി കാര്യങ്ങൾ രൂപപ്പെടുത്തുമെന്ന് സാർ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മദർ തെരേസ അങ്ങനെ കൽക്കട്ടയിൽ വന്നപ്പോഴത്തേക്ക് അവിടെ അവർ കുറെ കാഴ്ചകൾ കണ്ടു. ആ കാഴ്ച ആണ് ശരിക്കും പറഞ്ഞാൽ അവരെ വേറൊരു മനുഷ്യത്തെയായിട്ട്, വേറൊരു വ്യക്തിയായിട്ട് രൂപപ്പെടുത്തി മാറ്റിക്കളഞ്ഞത്. അപ്പൊ കാഴ്ചകൾ മനുഷ്യരിൽ എന്ത് വ്യതിയാനം വരുത്തുന്നു എന്നുള്ള അതൊരു വലിയ ഫാക്റ്റായിട്ട് എനിക്ക് മനസ്സിലായി. രണ്ടാമത്, ഒരു രാമു എന്ന് പറഞ്ഞൊരു കുട്ടി, അവൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വരുന്നു. ടീച്ചർ അവനെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുട്ടി ക്ലാസ്സിൽ വരുന്നില്ല. പിന്നെയാണ് കുട്ടിയെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നു രാവിലെ പശുവിനും ഒക്കെയുള്ള തീറ്റ അന്വേഷിച്ച് അവൻ പോകുന്നു, അതെല്ലാം വെട്ടിയിട്ട് കൊടുക്കുന്നു. പിന്നെ വയ്യാതെ കിടക്കുന്ന അമ്മയെ ശുശ്രൂഷിച്ച് അവന് മരുന്ന് കൊടുക്കുന്നു. ഇത്രയും കഴിഞ്ഞ് വേണം അവൻ ഓടി ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ എന്നും അവൻ ലേറ്റ് ആവും. കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കാണ് ടീച്ചർക്ക് അതിന്റെ ഇവരെന്തുകൊണ്ടാണ് സ്ഥിരം ഇങ്ങനെ ലേറ്റായി വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഹ്യൂമൻ വാച്ചിങ് സാർ പറഞ്ഞ പോലെ ശരിക്കും കാണുന്നതിനപ്പുറത്തേക്കുള്ള ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അത് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് ഇന്നലെ PS കൃഷ്ണകുമാറിനെ കണ്ടതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ രാത്രിയിൽ ഉറക്കം വന്നില്ല. 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സാറ് തന്നെ സംഭാഷണത്തിൽ അവിടെ വെച്ച് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ എഴുത്തിൽ പറഞ്ഞ പോലെ, കണ്ണും നാവും മാത്രമേ ആ മനുഷ്യ കുഞ്ഞിന്റെ ചലിക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അവൻ മസ്കുലർ അട്രോഫി സംഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു ദേശീയ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. ഒരിടം എന്ന് പറയുന്ന ഈ ഒരു വലിയ ഒരു ഇതേപോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരിടം ഉണ്ടാക്കാനായിട്ട് അവൻ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു നല്ല വ്ളോഗറാണ്, നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഇന്നലെ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അവിടെ നിന്ന് സാഹിത്യകാരന്മാരൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കൂട്ടത്തിൽ എനിക്കും തലകുനിച്ചിരിക്കാനേ, അല്ലെങ്കിൽ നമുക്ക് തലകുനിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം സർവ്വവിധത്തിലുള്ള സൗകര്യങ്ങളും ദൈവം ദാനമായിട്ട് നൽകിയിട്ട് നമ്മൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഇവിടെ കണ്ണും നാവും മാത്രം ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അയാളുടെ ഇന്റൻഷനിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഈ 40-ാമത്തെ വയസ്സിൽ ചെയ്തു തീർത്തു. അപ്പോൾ ഈ ഹ്യൂമൻ വാച്ചിങ് നമ്മളെ ഒരു വേറൊരു അർത്ഥത്തിൽ നമ്മളെ ഒരു പുനഃക്രമീകരിക്കാനായിട്ട്, ഒരു റീബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് സമൂഹത്തിൽ ഇപ്പോൾ ജീവിക്കുകയാണ്. അവന് വേണ്ടി ജീവിതം, അവരുടെ തന്നെ മറ്റു ജോലികളും എല്ലാം കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് ഒരു 3 പേര് സുഹൃത്തുക്കളായിട്ട് അവനെ കാണിക്കാനായിട്ട് ലോകം മുഴുവൻ പല സ്ഥലങ്ങളിൽ യാത്രയ്ക്ക് കൊണ്ടുപോകാനായിട്ട് കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന അതിൻ്റെ ഒരു ചിത്രം. എത്ര പേരാണ് അവന് വേണ്ടി സഹായിക്കുന്നത്? പക്ഷെ കുറച്ചുകൂടി ഡെപ്തിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ആ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഒരു ആക്സിഡന്റിലൂടെ അച്ഛനെയും പെങ്ങളെയും കൂടി നഷ്ടപ്പെടുക, സ്വന്തമായിട്ടുള്ള ഈ അവസ്ഥ ഉണ്ടാകുക, എന്നിട്ട് പോലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അവന്റെ ജീവിതം അവൻ സമർപ്പിക്കുകയാണ്. പിന്നെയും കുറെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയാണ്. അപ്പൊ ഈ ബോബീച്ചന്റെ ഒരു സഹായവും അച്ഛൻ എത്രമാത്രം അദ്ദേഹത്തിനെ സഹായിച്ചു എന്നൊക്കെ ഈ പുസ്തകത്തിനകത്ത്, ഞാൻ ഇന്നാ സാറേ ആ പുസ്തകം വായിച്ചു തീർന്നത്, അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ഹ്യൂമൻ വാച്ചിങ് എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റ് എടുത്ത് സാറിന് ഇത്രയും സംസാരിച്ചതിനകത്ത് ഒത്തിരി നന്ദി, സ്നേഹം, സന്തോഷം, ഒത്തിരി കടപ്പാട് സാർ. താങ്ക് യു. മനുഷ്യരിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞ കാര്യം തന്നെയാണത്. സിനർജി എന്നൊരു വാക്ക് പറയാറുണ്ടല്ലോ, ഒരു ഗ്രൂപ്പ് എനർജി. അത് നമ്മൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു വർഷം കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോയാൽ ഫുൾ എനർജിയാണ് അടുത്ത വർഷത്തേക്ക്. അവിടെ തെറിപ്പാട്ട് പാടുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല. അത് മാറ്റിവെച്ച് ഒരു വർഷത്തേക്കുള്ള എനർജിയാണ്. ഒരു വർഷം മലയാറ്റൂര് മല കയറിയാൽ ഒരു വർഷത്തേക്കുള്ള എനർജിയാണ്. അതേ മല തന്നെ നമ്മൾ തനിച്ച് കയറിയാലാവില്ല, മറ്റു മനുഷ്യരോട് കൂടി കയറിയാലാണ്
ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും അവിചാരിതമായിട്ട് ഒരു ആയിരനെല്ലൂര് മല കയറുകയുണ്ടായി. പക്ഷെ അന്ന് ഞാൻ കിതച്ച് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന വിചാരിച്ചാണ്. പക്ഷെ അതേ മല തന്നെ അവിടെ മലകയറ്റുള്ള ദിവസം ആളുകളോട് ഒത്തു കയറിയപ്പോൾ ഒരു കിതപ്പുമില്ല, ഒന്നുമില്ല. മാത്രമല്ല ഭയങ്കര എനർജൈസിങ് ആയിരുന്നു. അപ്പൊ ഈ സിനർജി എന്നൊരു വാക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമ്മൾ പരമാവധി ഒരുപക്ഷെ കുട്ടികള് ഫീൽഡ് ട്രിപ്പൊക്കെ പോകുമ്പോഴും സ്റ്റഡി ടൂറൊക്കെ പോകുമ്പോഴും എക്സ്കർഷൻ പോകുമ്പോഴും അവർ ഇത്രയും എനർജൈസ് ആവുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ പരമാവധി മനുഷ്യരുമായിട്ട് കണ്ടുമുട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഈ ഞാൻ പറഞ്ഞു വന്നത് കൃഷ്ണകുമാറും പറയുന്ന ഒരാശയം അതാണ്. പരമാവധി യാത്ര ചെയ്യുമ്പോൾ പരമാവധി കവലകളിൽ ചെല്ലുന്നു, പരമാവധി ചായപ്പീടികളിൽ ചെല്ലുന്നു, പരമാവധി റെസ്റ്റോറൻറ്റുകളിൽ ചെല്ലുന്നു, ഹോട്ടൽസിൽ ലോഡ്ജസിൽ ചെല്ലുന്നു. മനുഷ്യരെ കൂടുതൽ കാണാനുള്ള ഒരു അവസരങ്ങളാണ്. അത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സാറ് വളരെ വിശദമായി പറഞ്ഞു. സന്തോഷം സാർ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു നല്ല ദിവസമാണ്. 1000-ൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പില് ഞാനും സാറും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഉള്ള ഒരു ഗ്രൂപ്പിലാണ് ഉള്ളതാണ്. പക്ഷെ ഇന്ന് വരെയും പരസ്പരം കണ്ടിട്ടില്ല. പരസ്പരം കാണാത്ത ഒരുപാട് പേര് അംഗങ്ങൾ ആ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ സാറ് പറഞ്ഞതുപോലെ തന്നെ നിശബ്ദതയിലും സാറിന് ഒരാളുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നത് പോലെ രാവിലെയും വൈകിട്ടും ഇന്നൊരു നല്ല ദിവസമാണ്, ഇന്ന് ഒരു നല്ല രാത്രിയാണ് എന്നുള്ള കുറിപ്പോട് കൂടി ഓരോ സാർ അയക്കുന്ന ഓരോ വാചകങ്ങളും ഓരോ പോസ്റ്റുകളും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത് എന്നെക്കുറിച്ചാണ് സാർ എഴുതിയിരിക്കുന്നത്, ഇത് എന്റെ ജീവിതമാണ്, എന്റെ ദിവസങ്ങളാണ്, എന്റെ മനസ്സാണ് സാർ ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന്. അങ്ങനെ എന്നെ പോലെ മറ്റു പലർക്കും തോന്നിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് വളരെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി, ഒരുപാട് പ്രതീക്ഷയോടു കൂടി, ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ കയറിയത്. സാറിനെ കാണാൻ കഴിയും, സാറിനെ നേരിട്ട് കേൾക്കാൻ കഴിയും എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ കയറിയത്. അതുപോലെ തന്നെ ഓരോ മുഖവും പറയുന്നത് അവരുടെ ജീവിതം കൊണ്ട് എഴുതിയ കഥയാണ്. ഒരാളുടെ മുഖം കാണാതെ തന്നെ സാർ ആ കഥ എന്നും എഴുതാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. മനുഷ്യ വികാരങ്ങളെ വരയ്ക്കുന്ന ചിത്രകാരൻ, അതുപോലെ ക്ലാസ് മുറിയില് നിശബ്ദനായിരിക്കുന്ന ആ ഒരു വിദ്യാർത്ഥിയെ തിരിച്ചറിയുന്ന അധ്യാപിക, അതുപോലെ അവരുടെയൊക്കെ മനസ്സ് കാണുന്നതിലൂടെയാണ്, അവിടെയാണ് സഹാനുഭൂതി ആരംഭിക്കുന്നതെന്ന് സാറ് സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു ട്രെയിൻ യാത്രയിലൂടെ 100 ജീവിതങ്ങളിലൂടെ സഞ്ചരിച്ച ആ യാത്രക്കാരൻ മനോഹരമായ നദിക്കരയിലെ ആ ഗോപാൽജി എന്ന ചായക്കടക്കാരനെ കാണുന്ന രവി എന്ന ആ ഒരു മനുഷ്യൻ, അതുപോലെ തന്നെ സ്നേഹം എന്ന് തൻ്റെ മകന്റെ കയ്യിൽ എഴുതിയ ആ തയ്യൽക്കടക്കാരൻ അച്ഛൻ, ഇവരെയൊക്കെ സാർ കണ്ടത് അവിടെയാണ് സഹാനുഭൂതി ആരംഭിക്കുന്നത്. ഇവരെയൊക്കെ ഞങ്ങൾക്കും കാണാൻ കഴിഞ്ഞത് സാറിലൂടെയാണ്, സാറിന്റെ വാക്കുകളിലൂടെയാണ്. PCTA എറണാകുളം ജില്ലാ ടീമിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അവരുടെ അഭിമാനത്തിന്റെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു എന്നുള്ളതിനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാറിനോടും ഈ ഒരു ടീമിനോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നും എനിക്കൊരു നല്ല ദിവസമാണ്, നല്ല രാത്രിയാണ്, നല്ലൊരു സായാഹ്നമാണ് ഇന്ന്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരു വാക്ക് ഞാൻ കൂടെ പറഞ്ഞുപോട്ടെ. ഈ നല്ല ഈവനിങ്ങിൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും ആവശ്യമായ ഒരു സബ്ജക്റ്റാണ് നമ്മൾ കേട്ടത്. കാരണം വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ മുഖം കാണാൻ പറ്റാത്ത ഭർത്താവും ദുഃഖിതനായിരിക്കുന്ന ഭർത്താവിന് മുഖം കാണാത്ത ഭാര്യയുമാണ് ഇന്നത്തെ കുടുംബജീവിതങ്ങൾ. കാരണം എല്ലാവർക്കും അവരുടെ മൊബൈലും അതിലെ വാട്സപ്പും അവരുടെ സോഷ്യൽ മീഡിയയും ആണ് എപ്പോഴും കാണുന്നത്. മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുവാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല. നമ്മുടെ കുടുംബാംഗങ്ങളുടെ മുഖം വരെ നമ്മൾ കാണുവാൻ നമുക്ക് സമയം കിട്ടാറില്ല. ഈ ഒരു വലിയ പ്രശ്നമാണ് പലപ്പോഴും കുടുംബത്ത് അസ്വസ്ഥതയും സന്തോഷമില്ലായ്മയും വളർത്തുന്നത്. ഈ വളരെ ആപ്റ്റായ ഒരു സബ്ജക്റ്റാണ്. നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുക, അവരുടെ മുഖം കാണുക, അവരുടെ ജീവിതകഥ മനസ്സിലാക്കുക എന്നുള്ളത്. വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു ഡോക്ടർ കൃഷ്ണകുമാർ. I am very happy. I am really so happy to attend the class today, and my sincere thanks to you for the wonderful class. Thank you very much. Thank you, sir. Thank you. ഉഷാർ, താങ്ക് യു. എന്നെ കാണാൻ പറ്റിയതിലും ആദ്യമായിട്ട് കാണുകയാണ്.
സാറിനും പ്രത്യേകം താങ്ക്സ്. ഈ വെടിക്കെട്ട് വിജയിച്ചു എന്ന് പറയുന്നത് അതിന്റെ ശബ്ദം കൊണ്ടല്ല, എത്ര പേര് ഞെട്ടി എന്നത് കൊണ്ടാണെന്ന് പറയും, അല്ലെ എത്ര പേര് കണ്ണിങ്ങനെ ഇങ്ങനെ കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഉഷ എത്ര മനോഹരമായിട്ടാണ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു എന്നൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ശരിക്കും ഉഷയ്ക്കാണ് അതിന്റെ എല്ലാ സമ്മാനവും. ഇത് നല്ലൊരു രാത്രിയാണ്. നമ്മൾ പറയുന്നതാണ് കേട്ടോ നമ്മുടെ ജീവിതം. ഡോക്ടർ സുഷമ. തുളസി മാഡം. ഡോക്ടർ സുഷമ അൺമ്യൂട്ട് ചെയ്യും മാഡം, അൺമ്യൂട്ട് ചെയ്യും. Yes. Hi, good evening to each and everyone here. Thank you, sir. Thank you so much for the session. I was listening to that. Okay. Last year also I attended some of the sessions. All the arrangements was very nice. You are going on doing. It's great knowledge and information. So thank you so much for that. അതുപോലെ തന്നെ ഇപ്പോൾ ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. ലെറ്റസ് സി. ആക്ച്വലി ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത്. വർക്ക് ലൊക്കേഷൻ ഇവിടെയാണ്, നാട്ടിൽ ആലുവയിലാണ്. അങ്ങനെ അപ്പോൾ ലെറ്റസ് സി സർ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സെഷൻസ്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഛത്തീസ്ഗഡിൽ നിന്ന് കോട്ടയത്തേക്ക് ഇനി യാത്ര ചെയ്യുമായിരുന്നു ട്രെയിനിൽ. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാൻ ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് ആന്ധ്രയിൽ നിന്ന് കുറേ അയ്യപ്പ ഭക്തന്മാർ കയറി. പണ്ടൊക്കെ അവരുടെ പ്രസൻസ് പാട്ടും ബഹളൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ഇപ്രാവശ്യം ഞാനത് ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ആദ്യം ഒരു ഫാമിലി കയറി, അയ്യപ്പ ഭക്തനും പുള്ളിയുടെ വൈഫും പിള്ളേരും കൂടെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഷെയർ ചെയ്തു. പുള്ളിയോട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഞാൻ പഠിക്കാൻ വേണ്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ബോഗി നിറച്ചും അങ്ങനെ അയ്യപ്പ ഭക്തർ കയറി. അപ്പോൾ അവരെല്ലാം ഞാൻ ഒബ്സർവ് ചെയ്യായിരുന്നു, അവിടെ പ്രാർത്ഥന രീതികളും പാട്ടും. ഇപ്പം എനിക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയില്ല, ഞാൻ പഠിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പല കാര്യങ്ങളും. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അവസാനം അവിടെ ഇറങ്ങിയപ്പോഴത്തേനും ഒത്തിരി കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാൻ പറ്റി. കാരണം ഒരു സ്പിരിച്വൽ ജേർണി ആയിരുന്നുള്ള. അപ്പോൾ ആ ജേർണി നിന്നും അവരും ഒത്തിരി ബെനിഫിറ്റ് ചെയ്തു. ഞാനും എൻ്റെ ഒരു ജേർണി ആയിരുന്നു ആ ട്രെയിനിൽ. അത് എനിക്ക് ഒത്തിരി ബെനിഫിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ സാറിൻ്റെ ആ ഒബ്സർവേഷൻ അതെനിക്കൊരു നല്ലൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത്. താങ്ക് യു സോ മച്ച്. ആ കഥ ഓർത്താൽ മതി. ഒരു യാത്രയിൽ 100 യാത്ര ചെയ്തു, 100 ടിക്കറ്റിന്റെ കാശ് ലാഭമായി. അല്ല, 99 ടിക്കറ്റിന്റെ കാശ് ലാഭമായി. വേറെ ആരും പറയുന്നില്ലെങ്കിൽ താങ്ക്സിലേക്ക് പോയിക്കോട്ടെ സാർ. ആയിക്കോട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഉറവ് വെബിനാർ ഇന്ന് 17-ാം തീയതി ആണ്. 117-ാമത്തെ ഉറവാണ് ഇന്ന് നടക്കുന്നത്. യാദൃശികമായിട്ട് 2 നമ്പർ ഒന്നിച്ചു വന്നു. ഇന്ന് വളരെ അധികം പേര് നമുക്ക് ഇന്ന് കൂടാനുണ്ടായിരുന്നു. മറ്റ് വെബിനാർ ഈ സമയത്ത് നടക്കുന്നുണ്ടെങ്കിലും വളരെ ആകാംക്ഷയും നമ്മളോട് അനുഭവം രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമയം നമുക്ക് തന്നതിൽ നന്ദി വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായി ഇന്ന് നമ്മുടെ എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ക്ലാസ് നയിച്ചത് പ്രൊഫസർ ഡോക്ടർ KS കൃഷ്ണകുമാർ സാറാണ്. ഇത് വിഷയം ഹ്യൂമൻ വാച്ചിങ് സീയിങ് ബിയോണ്ട് ദ സീൻ എന്ന വിഷയമായിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് സാറ് മനോഹരമായിട്ട് വരച്ച് നമ്മളെ കാണിച്ചു തന്നു. ഒരു ചെറിയ രംഗം എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഒരു സർവൈവൽ മൂവിയാണ് ഹെലൻ. ബെന്നി പി നായരമ്പലത്തിന്റെ മകൾ അന്നാബെൻ എന്ന സിനിമ. അത് ഹിന്ദിയില് ജാൻവി കപൂർ അഭിനയിച്ചിട്ടുണ്ട്. സൗകര്യം വീട്ടുപോലെ കണ്ടാൽ കുറിച്ച് നല്ലതാണ്. അപ്പോ ഈ കുട്ടി അകത്തോട്ട് പോകുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും സെക്യൂരിറ്റി ഗാർഡിനോട് സ്നേഹം പ്രകടിപ്പിച്ച ഗുഡ് മോർണിംഗും തിരിച്ചു വരുമ്പോൾ ഗുഡ് നൈറ്റും ഗുഡ് ഈവനിങ്ങും പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് ഒരു ഹ്യൂമൻ വാച്ചിങ് ആണ്. അത് ഈ കുട്ടി അബദ്ധത്തില് ആ ഫ്രിഡ്ജിനകത്ത്
പെട്ടുപോകുമ്പോ ഈ ആഫ്റ്റർ ഈ വാച്ചിങ്ങിന്റെ ഇതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം പോയപ്പോ എനിക്ക് ആ ഗുഡ് ഈവനിങ് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ആ കുട്ടിയെ അന്വേഷിക്കാനുള്ള ഇത് വരുന്നത്. അതാണ് എന്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും ഓരോ പുഞ്ചിരിക്കും അതിന് അർത്ഥങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇനി മുതലെങ്കിലും മറ്റുള്ളവർക്ക് ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ട് കൊടുക്കാൻ ശ്രമിക്കാമെന്നും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് വളരെ ഇത്ര അധികം മനോഹരമാക്കിയ ഡോക്ടർ KS കൃഷ്ണകുമാർ സാറിന് ഉറവ് വെബിനാർ ടീമിന്റെ എല്ലാ അംഗങ്ങളുടെയും പേരില് എന്റെ വ്യക്തിപരമായ പേരില് ആത്മാർത്ഥമായിട്ട് നന്ദി ഞാൻ പറയാണ്. താങ്ക് യു സർ. ഇന്നത്തെ അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ ജോൺ ബേബി സാറ് നമുക്ക് വളരെ മനോഹരമായിട്ട് എല്ലാ സാറിന്റെ കർത്തവ്യം എല്ലാം നടത്തിക്കൊണ്ടുപോകുന്നു. സാറിന്റെ ഈ പ്രായത്തിലും സാറ് ഓടി നടന്ന് അവിടുന്ന് സാറ് എപ്പോഴും എറണാകുളത്ത് വരികയും നമ്മളോട് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും നമ്മളോട് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്നു. സാറിന്റെ വിലയേറിയ സമയമാണ് നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. സാറിന് എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. താങ്ക് യു സർ. ഇന്നത്തെ ഇതിന് സ്വാഗതം സാറിന് പരിചയപ്പെടുത്തിയ നമ്മുടെ പോൾ പടയാട്ട് സാറാണ്. സാറ് എന്നെ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. സാറ് എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് ഇവിടെ സുപരിചിതനാണ്. പോൾ പടയാട്ട് സാറ് ഈ ഉറവ് വെബിനാറിന്റെയും നമ്മുടെ PCTA എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറിയും ട്രഷററും കൂടിയാണ്. സാറിന് എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷപൂർവ്വം സാറിന്റെ പിന്തിരിക്കുന്നപ്പം കൊണ്ട് സാറിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു സാർ. ഇന്ന് നമുക്ക് വളരെ മനോഹരമായിട്ട് നമ്മുടെ MC ചെയ്തത് ജാസ്മിൻ എന്ന് പറഞ്ഞ മാഡമാണ്. മാഡം നമ്മൾക്ക് കുറച്ച് നാൾക്ക് ശേഷമാണ് നമുക്ക് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. മാഡത്തിന് എല്ലാവരുടെയും പേരിൽ വളരെ മനോഹരമായിട്ട് MC ആക്കിയതിന് മാഡത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു മാഡം. പിന്നെ നമുക്ക് ഇന്ന് ഇവിടെ വളരെ പ്രഗത്ഭരായ വ്യക്തികളുണ്ട്. നമ്മുടെ ഉഷ മാഡം നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. മാഡത്തിന് എല്ലാവരുടെയും പേരിൽ ഒരു പൂച്ചണ്ട് നൽകിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു മാം. നമ്മുടെ മാത്യുവച്ചനുണ്ട്, മറ്റ് അംഗങ്ങളുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.